നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപ് അലങ്കോലമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനങ്ങളും പ്രവചനങ്ങളും. ട്രംപ് മുന്നിട്ടിറങ്ങാതെ തന്നെ വോട്ടർമാർ തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അനിശ്ചിതത്വത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്ക എങ്ങോട്ട് പോകുമെന്ന് ഈ നിമിഷവും പ്രവചിക്കാൻ ആർക്കും കഴിയുന്നില്ല. തർക്കവും പരാതിയും കേസുകൂട്ടങ്ങളുമായി നൂലാമാലകളിൽ കുടുങ്ങിയേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയേക്കാം. തൻ്റെ ഡിഗ്രി രഹിത വെള്ളക്കാരുടെ വർദ്ധിച്ച പിന്തുണയോടെ രാഷ്ട്രീയ പ്രവാചകരെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ട്രംപ് പല സംസ്ഥാനങ്ങളിലും വലിയ കുതിപ്പ് നടത്തി. ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ട്രംപിൻ്റെ ഏറിൽ വീണു. അവസാന ചിരി ആരുടേതായിരിക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അതിന് എത്ര മണിക്കൂർ, എത്ര ദിവസം വേണ്ടിവരുമെന്ന് അമേരിക്കക്കാർക്ക് പോലും നിശ്ചയമില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിക് അക്കാദമി ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ സി മാത്യു ജോസഫ്, മുൻ അംബാസിഡർ ശ്രീ KP ഫാബിയൻ, മുൻ MPയും CPIM നേതാവുമായ MB രാജേഷ്, BJP സഹയാത്രികൻ ശ്രീ KVS ഹരിദാസ്. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങൾ. അമേരിക്കയിൽ ജോ ബൈഡന് ലീഡ്, കനത്ത പോരാട്ടത്തിൽ തൊട്ടരികെ ട്രംപ്. താൻ വിജയിച്ചുവെന്നും വൈകിച്ചെയ്ത വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും ട്രംപ്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ട്രംപ്. നിയമപരമായി പ്രതിരോധിക്കുമെന്ന് ബൈഡൻ ക്യാമ്പ്. CBI അന്വേഷണത്തിനുള്ള പൊതു അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. തീരുമാനം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി CBIയെ ഉപയോഗിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള അന്വേഷണങ്ങളെ ഇത് ബാധിക്കില്ല. ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡ്. ബിനീഷിന് ബന്ധമുണ്ടെന്ന് പറയുന്ന സ്ഥാപനങ്ങളിലും പരിശോധന. റെയ്ഡിന് ശേഷം ചില രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിച്ച് ED. എന്നാൽ അത്തരത്തിലുള്ള രേഖകളിൽ ഒപ്പിടില്ലെന്ന് കുടുംബാംഗങ്ങൾ. സംസ്ഥാനത്ത് 8516 പേർക്ക് കൂടി കോവിഡ്, 8206 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 92% മുകളിൽ. ആത്മഹത്യാ പ്രേരണക്കുറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പബ്ലിക് TV മേധാവി അർണബ് ഗോസ്വാമി അറസ്റ്റിൽ. പോലീസ് മർദ്ദിച്ചതായി അർണബ്. ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. ഡോക്ടർ മാത്യു ജോസഫ്, അമേരിക്ക എങ്ങോട്ട്, ആരുടെ പക്കൽ, ആര് ജയിക്കും? അനിശ്ചിതത്വം തുടരുന്നു. 2000-ലെ ഒരു തനിയാവർത്തനത്തിലേക്കാണോ ഇത് പോകുന്നത്? ഇപ്പോൾ അത് കൃത്യമായി ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായി അവിടെ ഉയർന്നു വന്ന സർവേ ഫലങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുമാറ് ആണ് ട്രംപിന്റെ ഒരു വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പ് എന്ന് ചില ആളുകളെ വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷേ ആത്യന്തികമായി ട്രംപ് വിജയിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. പ്രധാനപ്പെട്ട പല സ്റ്റേറ്റുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാനുണ്ട്. അത് വന്നതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഗാർഡിയന്റെ വെബ്സൈറ്റ് നൽകുന്ന സൂചന അനുസരിച്ച് 238 സ്ഥാനങ്ങളിൽ ബൈഡൻ വിജയിക്കുമ്പോൾ 213 സ്ഥാനങ്ങളിലാണ് ട്രംപ് വിജയിച്ചിരിക്കുന്നത്. അതെ മാത്യു ജോസഫ്, അതായത് 238ഉം 213ഉം എന്നുള്ള ഒരു സംഖ്യ കുറേ നേരമായിട്ട് എല്ലാ അമേരിക്കൻ സൈറ്റുകളിലും ചാനലുകളിലും ഗാർഡിയൻ ഉൾപ്പെടെ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അത് മറ്റ് ഈ പ്രധാനപ്പെട്ട പല സ്റ്റേറ്റുകളിലെയും വോട്ടുകൾ എണ്ണിത്തീരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മുമ്പോട്ട് പോകാത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും വളരെ വ്യക്തത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകും എന്ന് കരുതാൻ
കഴിയില്ല. പക്ഷേ അതിന് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സാധ്യതകളെ മുഴുവൻ കോംപ്ലിക്കേറ്റ് ചെയ്യുമാറ് ട്രംപ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ ഇനി എണ്ണേണ്ട ആവശ്യമില്ല, ഞാൻ ഏകപക്ഷീയമായി വിജയിച്ചു കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തി. അത് വരാനിരിക്കുന്ന നിയമയുദ്ധങ്ങളെയും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയമായ യുദ്ധങ്ങളെയും ഒക്കെ കൃത്യമായി അനാവരണം ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ് നാം കാണുന്നത്. വരുന്ന ദിവസങ്ങൾ എന്തായാലും വളരെ പ്രക്ഷോഭ സ്വഭാവമുള്ളതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതായത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇനി വരാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ വരുവാണെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, സെനറ്റ്, അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കൺസർവേറ്റീവ് ലീഡ് ചെയ്യുന്ന ഒരു സുപ്രീം കോടതി, 2000-ൻ്റെ ഒരു പാരലിൽ അൽഗോറും ബുഷും തമ്മിലുള്ള അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഇപ്പോൾ മാധ്യമ നിരൂപകരും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾ അനുമാനിക്കുന്ന ഒരു സാഹചര്യം? ഇത് കുഴഞ്ഞു മറിഞ്ഞ് തന്നെയായിരിക്കുമോ പോകുക? ഒരു 2000-ൻ്റെ ഒരു തനിയാവർത്തനം നമ്മൾ കാണുമോ? നിശ്ചയമായിട്ടും ഇതിലൊരു വ്യക്തത, ഈ ഇലക്ടറൽ കോളേജിൽ വരുന്ന അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായില്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി അഥവാ വ്യക്തത ഉണ്ടായാലും അത് കണ്ടസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ആണ് കൃത്യമായും ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയെ നേരത്തെ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. അവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സമയം മാത്രം പ്രസിഡന്റായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അർഹത ഇല്ലാത്ത സന്ദർഭത്തിൽ അത് ചെയ്യുക വഴി ഫലത്തിൽ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. അമേരിക്കൻ ജുഡീഷ്യറി തന്നെ അതിന്റെ ഒരു ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അത് ട്രംപിന് അനുകൂലമായിട്ട് അത് കോടതിയിലെത്തിയാൽ ട്രംപിന് അനുകൂലമായി കാര്യങ്ങൾ മാറാനുള്ള ഒരു സാധ്യതയാണ് അത് തുറന്നിടുന്നത് എന്നുള്ളതാണ് ആശങ്കാജനകം. KVS ഹരിദാസ്, KVSന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ വലിയ വലിയ മാധ്യമ പ്രവർത്തകരുടെ പ്രവചനമൊക്കെ പോയി 10 പോയിന്റിൽ 8 പോയിന്റിൽ ബൈഡൻ ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ താങ്കളുടെ മുഖത്തുള്ള ആ ചിരി എനിക്ക് ആ പുഞ്ചിരി ഞാൻ വായിച്ചെടുക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ പലതരത്തിലുള്ള താരതമ്യങ്ങൾ താങ്കളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. താങ്കൾ എന്തായാലും ട്രംപിന് വേണ്ടിയിട്ട് കൈവെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നിമിഷമായിരിക്കണം ഇത്, അല്ലേ KVS? എൻ്റെ പ്രവചനം ശരിയാണോ താങ്കളെക്കുറിച്ച്? അല്ല ബ്രിട്ടാസേ, ട്രംപ് ജയിച്ചാലും ബിഡൻ ജയിച്ചാലും നമുക്കെന്താ പ്രത്യേകിച്ച്? ആകെ ഒരു ഗുണം ഞാൻ കാണുന്നത് ട്രംപ് തിരിച്ചു വന്നാൽ ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റാപ്പോർട്ട് വെച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ഞാൻ കാണുന്ന ഒരേ ഒരു അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്, ബിഡൻ ഇനി പ്രസിഡൻ്റ് ആയാലും ഒരു കാര്യം തീർച്ചയാണ്, ഇന്നത്തെ നിലയ്ക്ക് ഇന്ത്യയുമായിട്ട് സഹകരിക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ ഈ സമയത്ത് കാണാതെ പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് അമേരിക്കയുടെ റിസൾട്ട് ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ട്രംപിനുണ്ടാകുന്ന ഒരു വിജയം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും. അത് തന്നെയാണ് ഞാൻ താങ്കളുടെ മുഖത്ത് നിന്ന് വായിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ, താങ്കളുടെ ഡൈസ് ട്രംപിന് അനുകൂലമാണെന്നുള്ളതാണ്. അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല. വേറൊരു കാര്യം, ഈ 2016 തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചവർക്ക് അറിയാം. അന്ന് ഒബാമയായിരുന്നു പ്രസിഡന്റ്. ഇദ്ദേഹം അധികാര കേന്ദ്രത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അമേരിക്കൻ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ഡേ 1 മുതൽ വേട്ടയാടിയിട്ടുണ്ട്. ഡേ 1 മുതൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ചുരിഞ്ഞത്. തോറ്റു തുന്നം പാടുമെന്ന് എല്ലാവരും പ്രവചിച്ചു. അവിടെ ട്രംപ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ട്രംപ് തന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ എന്തായാലും ആദ്യം തന്റെ സന്തോഷത്തിൽ കാണിച്ച ആ ഒരു സംയമനം പിന്നീട് കാണിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ട്രംപ് ഒരു ഫിനിക്സ് പക്ഷിയാണ്. ട്രംപ് മാധ്യമ വിശാരദന്മാരുടെ പ്രവചനങ്ങളെ അസ്ഥാനത്താക്കി. മാത്രമല്ല, ഇന്ത്യക്ക് കുറച്ചുകൂടി ബിസിനസ്, അതായത് വ്യവഹാരം നടത്താൻ
പറ്റിയ ഒരാളാണ് ട്രംപ്. ഇന്ത്യക്ക് ഗുണകരമായിരിക്കും. അതേസമയം ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തെ അവഗണിക്കാൻ ആര് വന്നാലും കഴിയില്ല. ഇതൊക്കെയാണ് KVSൻ്റെ. എനിക്ക് തോന്നുന്നു ദീർഘകാലം വിദേശകാര്യ സർവീസിലുണ്ടായിരുന്ന അംബാസഡറായിരുന്ന ശ്രീ KP ഫാബിയൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഈ ചർച്ചയ്ക്ക് അലകും പിടിയും സമ്മാനിക്കുന്നുണ്ട്. ശ്രീ ഫാബിയൻ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കളുടെ ഒരു ടേക്ക് എന്തായിരിക്കും? അമേരിക്ക ഏത് വഴിക്ക് പോകും? അല്ല, അമേരിക്കയിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്നുള്ളത് കാണണം. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ജയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതുകൊണ്ട് എൻ്റെ അനാലിസിസ് അത് ബാധിക്കുന്നില്ല. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളത് നിഷ്പക്ഷമായിട്ട് അനലൈസ് ചെയ്യണം. ട്രംപ് ജയിക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും ലോകത്തിനും ഇന്ത്യക്കും നാശകരമായിരിക്കും. അതിലെനിക്കൊരു യാതൊരു സംശയമില്ല. പക്ഷേ എന്താ പറയുക, ആ അഭിപ്രായം എനിക്കുണ്ടെങ്കിലും ആരാണ് ജയിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നതിൽ ഞാൻ ആ അഭിപ്രായമായിട്ട് യാതൊരു ബന്ധവുമില്ല. വ്യക്തമായി താങ്കളുടെ ആഗ്രഹങ്ങളെ ശ്രീ ഫാബിയൻ പറയാൻ ശ്രമിക്കുന്നത് താങ്കളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുത്താൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ ആഗ്രഹം ഒരു വഴിക്ക്, യാഥാർത്ഥ്യം വേറെ വഴിക്ക്. യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം ഇപ്പൊ താങ്കൾക്ക് വ്യക്തമല്ല. അത് തന്നെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറേ ദിവസങ്ങൾ. അതായത് ഇപ്പം ചിലർ പറയുന്നത് എന്താ കാരണം വെച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് വൈകി വന്ന പ്രേക്ഷകർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ്. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ട് ശീലിച്ച ആൾക്കാർക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായി കാണാം. ഞാൻ പണ്ട് ഒബാമ പ്രസിഡൻ്റായ സമയത്ത് അമേരിക്കയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളെ നോക്കിക്കണ്ട ഒരാളാണ്. എനിക്ക് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റിയത്. അതായത് ഓരോ സ്റ്റേറ്റുകൾക്കും ഇലക്ടറൽ കോളേജുകൾ, നിശ്ചിത എണ്ണം, അത് ആർക്കാണോ അവിടെ വോട്ടിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആ ഇലക്ടറൽ കോളേജിലെ എണ്ണം മുഴുവൻ അവർക്ക് കൊട്ടയിൽ കൊണ്ടുപോകാം. അവിടെ വേറെ ഇല്ല. ആകെ ഒരു 2 ചെറിയ സ്റ്റേറ്റ്, മെയിൻ ആൻഡ് നെബ്രാസ്ക ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഹൂവർ ഗെറ്റ്സ് എ മജോറിറ്റി, ആർക്കാണോ പോപ്പുലർ വോട്ടിൽ മജോറിറ്റി ആ സ്റ്റേറ്റിനുള്ളിൽ കിട്ടുന്നത് ആ സ്റ്റേറ്റിന് അർഹതപ്പെട്ട എല്ലാ ഇലക്ടറൽ കോളേജ് അംഗങ്ങളും ആ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കീർണമായ സാഹചര്യമാണ്. പിന്നീട് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. ഒരു എന്താ പറയണ്ടേ, ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നുള്ള സംവിധാനമില്ല. ഓരോ സംസ്ഥാനത്തും ഓരോ തെരഞ്ഞെടുപ്പ് രീതിയാണ്. എന്തിനേറെ ഓരോ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ കൗണ്ടികളിലും ഓരോ തെരഞ്ഞെടുപ്പ് രീതിയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. മാത്രമല്ല പലതരത്തിലുള്ള വോട്ടിംഗ് ആണ്. അതിൽ ഈ പറഞ്ഞ ആബ്സെൻറ്റി വോട്ടിങ്, മെയിൽ വോട്ടിങ്, ഇയർലി വോട്ടിങ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ 10 കോടിയോളം ആൾക്കാർ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസമല്ലാത്ത ദിവസങ്ങളിലുള്ള ആബ്സെൻറ്റി വോട്ടിങ്ങിലും മെയിൽ വോട്ടിങ്ങിലും അങ്ങനെയുള്ള പങ്കെടുത്തു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സങ്കീർണതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അമേരിക്കയിലുള്ളത്. MP രാജേഷ്, ഇവിടെ 2 പേര് ആഗ്രഹങ്ങൾ പറഞ്ഞു, 2 പേര് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. KVS ഹരിദാസ് ട്രംപിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സല്യൂട്ട് അടിച്ചു. ആദ്യം സല്യൂട്ട് കൊടുക്കാൻ അദ്ദേഹം തൽപരനായിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം മനസ്സ് തുറന്നപ്പോൾ ട്രംപ് വരുന്നതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞു. ശ്രീ ഫാബിയൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് രംഗത്ത് വലിയ പരിജ്ഞാനവും അറിവും പശ്ചാത്തലമുള്ളതാണ്. അദ്ദേഹം കൃത്യമായി തൻ്റെ ബൈസ് ഇൻവേർട്ടർ കോമ പറഞ്ഞു താൻ ട്രംപ് വിരുദ്ധനാണ്. ട്രംപ് വരുന്നത് അമേരിക്കയ്ക്കും ലോകത്തിനും ഇന്ത്യക്കും നാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വഴിക്കൊരു ആഗ്രഹം, ഒരു വഴിക്കൊരു യാഥാർത്ഥ്യം. താങ്കൾ ഈ ആദ്യം ആഗ്രഹം മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾ ഈ സമയത്തൊരു ഗസ് നടത്തുകയാണെങ്കിൽ ആരുടെ പക്കലേക്കായിരിക്കും അമേരിക്ക പോകുന്നത്? ഈ സമയത്ത് ലഭ്യമായ പരിമിതമായ വിവരങ്ങൾ വെച്ച്, കാരണം ഞാൻ വളരെ സൂക്ഷ്മമായിട്ടിത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ ചർച്ചയിലേക്ക് വരുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇപ്പോഴും അപ്രവചനീയമാണ് എന്നതാണ് സ്ഥിതി. ട്രംപിന് ഒരു വിജയം ഉറപ്പാണ്, സുരക്ഷിതമായ നിലയിലാണ് എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രിട്ടാസിനായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നെ കൂടി പ്രേക്ഷകരോടൊപ്പം എന്നെ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. വളരെ നിർണായകമായിട്ടുള്ള 3 സംസ്ഥാനങ്ങൾ എപ്പോഴും ചാഞ്ചാട്ടം പുലർത്തിയിട്ടുള്ള, എങ്ങോട്ട് തിരിയും എന്ന് എല്ലാവരും കാത്തിരിക്കുന്ന, ഉറ്റുനോക്കുന്ന 3 സംസ്ഥാനങ്ങൾ മിഷിഗൻ, പെൻസിൽവാനിയ, അതുപോലെ തന്നെ വിസ്കോൺസിൻ. ഈ സംസ്ഥാനങ്ങളിലെ മുൻതൂക്കം ആർക്കായിരിക്കും എന്ന് രാജേഷ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ താങ്കളുടെ ആഗ്രഹപ്രകാരം ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും നിർണായകമാണെന്ന്
നമ്മൾ ധരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ കാരണം വെച്ചാൽ ഇതാണ് ഇനി ഡിസിഷൻ മേക്കർ. ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രൽ വോട്ടുകൾ ആർക്ക് കിട്ടുമെന്നനുസരിച്ച് എന്നതിനെ അനുസരിച്ചായിരിക്കും ആര് വിജയിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നോക്കാം നമുക്ക്. നോക്കുക, പെൻസിൽവാനിയ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. അതായത് 20 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത് പെൻസിൽവാനിയയിൽ. അതിലിപ്പോൾ അത് വളരെ രസകരമാണ്. ഇപ്പോഴത്തെ പോപ്പുലർ വോട്ടുകൾ ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കാണ്. ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ക്ലിഞ്ച് ചെയ്യപ്പെട്ടു. അത് പ്രകാരമാണ് നമ്മളൊരു ലിസ്റ്റ് നൽകിയത്. അതായത് 38 പേര് 238 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ജോ ബൈഡനും 213 ട്രംപിനുമാണ്. പക്ഷേ ഇനിയും കുറച്ചുണ്ട്. ആ കുറച്ചുള്ള സ്റ്റേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് പെൻസിൽവാനിയ. 20 പേര് ഇലക്ട്രൽ കോളേജിലേക്ക് പ്രദാനം ചെയ്യുന്ന ഈ സ്റ്റേറ്റിൽ പോപ്പുലർ വോട്ടുകൾ നോക്കിയാൽ 43.1% മാത്രമാണ് ജോ ബൈഡന് കിട്ടിയിരിക്കുന്നത്. 55.7% ട്രംപിനാണ്. ഇത് വളരെ ശ്രദ്ധയാണ്. പക്ഷേ എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 25% വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്. 25% വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്. ഈ വോട്ടുകൾ എണ്ണുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. ഒരു 0.5% അല്ലെങ്കിൽ 0.25% ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുന്നത്, ആ കൂടുതൽ കിട്ടുന്നവരുടെ കൊട്ടയിലേക്ക് ഈ 20 ഇലക്ട്രൽ കോളേജ് വോട്ടുകളും മാറും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജേഷ് പറഞ്ഞതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അടുത്തത് മിഷിഗൺ. 16 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണുള്ളത്. 16. അതിൽ 49.1 ഇപ്പോൾ ബൈഡനും 49.3 ട്രംപിനുമാണ്. പക്ഷേ ചില കൗണ്ടികളിലെ അതായത് മിഷിഗൻ്റെ ഉള്ളിലുള്ള ചില സ്ഥലങ്ങളെ സൂക്ഷ്മമായി റഡാറിലെടുത്ത് അതിൻ്റെ വോട്ടിംഗ് പ്രക്രിയയും ഒരു ഗസ്സും പ്രവചനമൊക്കെ നടത്തി ചിലപ്പോൾ ബൈഡൻ്റെ പക്ഷത്തേക്ക് ഈ പറയുന്ന മിഷിഗൻ പോയേക്കാമെന്ന് പ്രവചിക്കുന്ന മാധ്യമങ്ങൾ അമേരിക്കയിലുണ്ട്. ഇത് ഞാനിതിനൊന്നും പറയുന്നില്ല. പക്ഷേ ചില പ്രവചനങ്ങൾ ബൈഡൻ്റെ പക്ഷത്തേക്ക് പോകുന്നുണ്ട്. അടുത്ത് ജോർജിയ. 16 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണുള്ളത്. 16. ജോർജിയയിൽ 48.3% ബൈഡന് കിട്ടിയ വോട്ട്. 50.5%. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റൽ വോട്ടിംഗ്, ആബ്സെൻറ്റി വോട്ടിംഗ്, മെയിൽ വോട്ടുകൾ, ഇയർലി വോട്ടുകൾ എന്ന കാറ്റഗറിയിലുള്ള കുറേ വോട്ടുകൾ എണ്ണാനുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞ് ഇനി ഒരു വോട്ട് എണ്ണരുത്, അവിടെ കിടക്കട്ടെ. അത് എന്താ കാരണം എന്ന് വെച്ചാൽ പല വോട്ടുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്ന ഒരാൾ വേണമെങ്കിൽ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. ആ വോട്ടുകളൊന്നും എണ്ണിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വോട്ടുകളൊന്നും എണ്ണരുത് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നോർത്ത് കരോലിന. 16. അവിടെ 48.7% ബൈഡന് കിട്ടിയിട്ടുള്ളത്. 50.1%. അവിടെ ഇനിയും വോട്ടുകൾ എണ്ണാറുണ്ട്. അപ്പോൾ വോട്ടുകൾ എണ്ണുമ്പോൾ ഇനിയും മറിയാം. ഇതാണ് പ്രധാനമായിട്ടും. ഇനി ഇത് ഇടയ്ക്ക് വിസ്കോൺസിലിൻ്റെ ഒരു പേര് വരുന്നു. വിസ്കോൺസിലിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബൈഡൻ്റെ പക്ഷത്തേക്ക് പോയി. വളരെ രസകരമാണ്. വിസ്കോൺസിലിൽ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വിസ്കോൺസിലിലെ 10 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എടുത്തത് കേവലം 22,000 വോട്ടിനാണ്. 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ട്രംപിന് കിട്ടിയപ്പോഴാണ് ട്രംപ് ഈ വിസ്കോൺസിലെ 10 ഇലക്ട്രൽ കോളേജുകൾ. ശ്രീ ഫാബിയൻ, ഇത് സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും കുറച്ച് ഇൻപുട്സ് തരാനുണ്ടോ ഞാൻ ഈ കാണിച്ച് സംബന്ധിച്ച്? ഇല്ല, നമ്മൾ മനസ്സിലാക്കാനുള്ളത് ട്രംപ് തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. അതായത് അദ്ദേഹം ഇന്ന് രാവിലെ 2:30 മണിക്ക് പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിലേക്ക് പോകും, ഇതിൽ ചീറ്റിംഗ് ഉണ്ട്, ഞാൻ വിചാരിക്കുന്നില്ല 4 മണിക്ക് ആരെങ്കിലും 4 മണി നേരത്തെ കാലത്തെ ആരെങ്കിലും എവിടെയെങ്കിലും ബാലറ്റ്സ് ലൊക്കേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കയിൽ പലരും പറയുന്നത് സുപ്രീം കോർട്ടിൽ 6-3
6 കൺസർവേറ്റീവ് ജഡ്ജസ് ഉണ്ട്, 3 നോൺ കൺസർവേറ്റീവ് ഉണ്ട്. ആ 6-ൽ 3 പേരും ട്രംപാണ് നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു വെർഡിക്റ്റ് തരുമെന്നാണ് പല റെപ്യൂട്ടഡ് കമൻറ്റേറ്റേഴ്സും പറയുന്നത്. പക്ഷെ എനിക്കത് ഞാൻ ആയിട്ട് വിയോജിക്കുന്നു. കാരണം ഒരു സുപ്രീം കോടതി ജഡ്ജ് നിയമവും തെളിവും അനുസരിച്ചാണ് വെർഡിക്റ്റ് തരേണ്ടത്, അല്ലാതെ ഒരു പേഴ്സണൽ ഫേവർ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ പേഴ്സണൽ ഫേവർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കൊടുക്കൽ വാങ്ങലിന്റെ ഒരു തലമില്ലേ? ട്രംപിന് പറ്റിയ ആളല്ലേ അവിടെ വെച്ചേക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അങ്ങനെ പരസ്യമായിട്ട് കൊടുക്കൽ വാങ്ങൽ ചെയ്യാൻ സാധിക്കില്ല. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷപ്പെടുത്തുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് താങ്കൾ വളരെയധികം ജുഡീഷ്യസ് ആയ ഒരാളും നൈതികതയിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് താങ്കളുടെ മനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് താങ്കൾ അമേരിക്കൻ സുപ്രീം കോടതിയെ പിടിച്ചുയർത്താൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണ്. എന്തായാലും പക്ഷേ അമേരിക്കൻ മാധ്യമ കമൻറ്റേറ്റേഴ്സ് പലതും പറയുന്നുണ്ട് ട്രംപ് ഓൾറെഡി തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്ന്. സ്വാഭാവികമായിട്ടും മാത്യു ജോസഫ്, ഞാൻ ഷിഫാബിയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ താങ്കൾ. ഞാൻ മാത്യു ജോസഫിലേക്ക് പിന്നീട് പോകാം. അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ട്രംപിൻ്റെ സമയത്ത് അമേരിക്കൻ ഡെമോക്രസി എന്തുമാത്രം കീഴോട്ട് പോയിരിക്കുന്നു എന്നാണ്. അതായത് ഇങ്ങനെ പരസ്യമായിട്ട് അദ്ദേഹം നിയമിച്ച ജഡ്ജസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനം കൊടുക്കുമെന്ന് അവർ പരസ്യമായിട്ട് നാണമില്ലാണ്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ മോണ്ടെസ്കു എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. മനസ്സിലായില്ലേ? അല്ല, ജുഡീഷ്യറി. അപ്പോൾ ആ 3 എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ആളുകൾ പരസ്യമായിട്ട് പറയുകയാണ് അങ്ങനെയൊന്നും നോക്കണ്ട, ട്രംപിൻ്റെ ആൾക്കാരാണ് ട്രംപിൻ്റെ അനുകൂലമായിട്ടുള്ള വിധി നൽകുന്നത്. ഇത് വളരെ ലജ്ജാകരമായൊരു അവസ്ഥയാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മാത്യു ജോസഫ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു, അവകാശവാദങ്ങൾ വന്നിരിക്കുന്നു. ഫാബിനെ പോലുള്ള ഒരു ഡിപ്ലോമാറ്റ് പറയുന്നത് അമേരിക്കയുടെ ഒരു എന്താ പറയുക അപജയത്തിൻ്റെ പ്രതിഫലനമായിട്ട് വേണം ഇങ്ങനെയുള്ള പ്രസ്താവനകളെയും മറ്റെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന കമൻറ്റേറ്റേഴ്സിൻ്റെയും പ്രവാചകരുടെയൊക്കെ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ട്രംപ് ഒരു ജൈത്രയാത്ര നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പോപ്പുലർ വോട്ടിൽ ചെറിയ നേർത്തൊരു വ്യത്യാസമാണ്. വേണേൽ ഹിലാരി ക്ലിൻ്റനുമായിട്ട് 30 ലക്ഷത്തോളം 29 ലക്ഷത്തിൻ്റെ വ്യത്യാസം ട്രംപിന് പുറകിലായിരുന്നു പറയാം. പക്ഷേ ഇപ്പോൾ ബൈഡൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ദ മോസ്റ്റ് ഹേറ്റഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിശേഷിപ്പിച്ചെങ്കിൽ പോലും 26,000 ഫേക്ക് ന്യൂസ് മാത്രം സൃഷ്ടിച്ചൊരു പ്രസിഡൻ്റായിട്ട് അമേരിക്കയിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചെങ്കിൽ പോലും ഇന്നത്തെ ഈ റിസൾട്ട് വരുമ്പോൾ ഒരു സ്പെക്ടാക്കുലർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിച്ചൂടെ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നിശ്ചയമായും അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഹിലാരി ക്ലിന്റനുമായിട്ടുള്ള വോട്ടിന്റെ ഒരു വ്യത്യാസം സൂചിപ്പിച്ചു. ഈ പ്രാവശ്യം ഇതുവരെയുള്ള നിലയിൽ വളരെ കാര്യമായ വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇതില് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു വിവേചനപരമായി പെരുമാറാൻ കഴിഞ്ഞില്ല എന്ന നിലയിൽ നമ്മൾ കരുതുന്നത് ശരിയാണ് എന്ന് എനിക്ക്. ആ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ചുള്ള പൊതുവായ അഭിപ്രായങ്ങളെല്ലാം വളരെ നെഗറ്റീവായിരിക്കും. അദ്ദേഹത്തിന് അത് കിട്ടിച്ചു എന്നുള്ളത് നാം വലിയ പ്രശ്നമായി തന്നെ കാണണം. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലെജിറ്റിമസി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധുത അമേരിക്കയിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ജോസഫ് മതിയ തിരിച്ചു വരാം. കെ വി എസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമായ വാക്കുകളാണ് ഡോക്ടർ മാത്യു ജോസഫിൽ നിന്നുണ്ടായത്. എന്താ കാരണം വെച്ചാൽ ട്രംപിൻ്റെ ലെജിറ്റിമസി, ഇപ്പോൾ എം പി രാജേഷ് ഒരു കറകളഞ്ഞ ട്രംപ് വിരുദ്ധനാണ്. പക്ഷേ എങ്കിൽ പോലും ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ലെജിറ്റിമസി താരതമ്യേന വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പോപ്പുലർ വോട്ട് കുറവാണ് മറ്റൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കി. ഈ പറഞ്ഞ ബാറ്റിൽ ലൈൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ചാഞ്ചാട്ട പ്രവിശ്യകൾ, സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം അമ്മാനമാടി. എന്തിനേറെ ഫ്ലോറിഡ പോലും അദ്ദേഹം പിടിച്ചെടുത്തു. ഫ്ലോറിഡയിൽ ബൈഡൻ ജയിക്കുമെന്നൊക്കെയാണ് പ്രവചനമുണ്ടായിരുന്നത്. അവിടെയാണ് അവസാനം ഒബാമ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞ ട്രംപിനുണ്ടായിട്ടുള്ള മുന്നേറ്റം, ഇതിപ്പോൾ ഞാൻ ഒരു ചോദ്യം വേണമെങ്കിൽ എടുത്തിടാം. എന്താ കാരണം വെച്ചാൽ KVS ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചെന്ന് പറയാം. 2019 ഏറെക്കുറെ ഈ സമയത്ത് ഹൗഡി മോഡിയുടെ ഒരു പശ്ചാത്തലത്തിലാണോ ഒരുപക്ഷെ ഇതുപോലുള്ള വലിയ വിജയം നേടാൻ മോഡിക്ക് ട്രംപിന് കഴിഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും KVS പ്രതികരിക്കുക? അല്ല ബ്രിട്ടാസ്, ഒരു കാര്യം ഞാൻ ഈ ട്രംപിനെ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എതിർപ്പുകളെ മുഖാമുഖം നിന്ന് നേരിടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പായിരുന്നില്ലേ? ഏറ്റവും ഒടുവിൽ അതിൽ വേറൊരു കാര്യം കൂടി ആദ്യം പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാമാണോ ട്രംപ് മുന്നോട്ട് വച്ചത്, ആ ഓരോ വിഷയവും അദ്ദേഹം കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല റിസൾട്ടും ഉണ്ടാക്കി. ലോകത്തെ മുഴുവൻ അമേരിക്കൻ പട്ടാളം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരെ മുഴുവൻ തിരിച്ചു വിളിച്ചു. അഫ്ഗാനിസ്ഥാനിലൊഴികെ വേറെ എവിടെയെങ്കിലും ഇന്ന് US പട്ടാളമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഈ ലോക പോലീസ് കളി മുഴുവൻ നിർത്തി പണം ചെലവഴിക്കേണ്ടത് അമേരിക്കയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് ഊന്നിൽ പറഞ്ഞുകൊണ്ട് മെക്സിക്കോയുടെ അതിർത്തിയിലും വലിയ മതിൽ കെട്ടാൻ പോലും തയ്യാറായ നേതാവാണ് ഇദ്ദേഹം. അപ്പോൾ ഇപ്പോൾ എന്തെല്ലാമാണോ പറഞ്ഞത് അതൊക്കെ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപം എന്താ? അത് കോവിഡും മറ്റുമാണ്. തൊഴിലില്ലായ്മയും കോവിഡുമാണ് പ്രധാനമായിട്ടും. അതിൽ ഈ കോവിഡിനെ നേരിടുന്നതിൽ ട്രംപ് കാണിച്ച വൈദഗ്ധ്യമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ചൈനയ്ക്കെതിരായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് ചൈനീസ് വൈറസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ആൻറ്റി ചൈന വേവ് അമേരിക്കയിൽ ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അത് മാത്രമല്ല, ചൈനയോ നടത്തിയ അമേരിക്കയ്ക്കുള്ളിൽ നടത്തിയിരുന്ന പല ഏർപ്പാടുകൾക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. WHO-വിനെതിരായിട്ടുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ. അപ്പോൾ എന്തു ഉദ്ദേശിച്ചിട്ടാണോ ട്രംപിനെ അടിക്കാൻ മറ്റുള്ളവർ തയ്യാറായത്, ശ്രമിച്ചത്, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ ഉദ്യമങ്ങളും വളരെ മുന്നിട്ടെറിയാനായിട്ട് ട്രംപിന് കഴിഞ്ഞിരുന്നു. ഒരു നല്ല രാഷ്ട്രീയ നേതാവിൻ്റെ വൈദഗ്ധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിപാടികള് സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ചു വരും. അതായത് MP രാജേഷ് KVS പറയുന്നത് സകൂതം നിരീക്ഷിക്കുകയായിരുന്നു. KVS പറയുന്നത് ട്രംപിനെ കുറിച്ചാണോ അതെയോ ശ്രീ മോഡിയെ കുറിച്ചാണോ എന്ന് ഇടയ്ക്കൊന്ന് പെട്ടെന്ന് രാജേഷിനൊരു തപ്പലുണ്ടായി. ആ രാജേഷിൻ്റെ മുഖത്തുനിന്ന് ഞാൻ വായിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ KVS യഥാർത്ഥത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയം MP രാജേഷിൻ്റെ മുഖത്ത് വന്നു. അതിൻ്റെ ഇടയിൽ രാജേഷിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഒരു തമാശ. 238 സീറ്റുകൾ ബൈഡന്, 213 സീറ്റ് ട്രംപിന്. ബ്രേക്കിംഗ് ന്യൂസാണ്. അമിത്ഷാ ലീവ്സ് ഫോർ USA ഫോർ എ ഫോർമേഷൻ ഓഫ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് സഹായിക്കാൻ വേണ്ടി അമിത്ഷാ അമേരിക്കയിലേക്ക് പോകുന്നു. ഇതിൻ്റെ പേര് ഓപ്പറേഷൻ കമല. ഓക്കെ, ഒരു തമാശയാണ് കേട്ടോ, ലൈറ്റർ വെയിലിൽ. MP രാജേഷ് കേട്ടോ KVSൻ്റെ ആ പറഞ്ഞ വാഗ്ദോരണി താങ്കൾ ശ്രദ്ധിച്ചോ? തീർച്ചയായും വാഗ്ധോരണി കേട്ടു എന്ന് മാത്രമല്ല, ബ്രിട്ടാസിന് മുഖലക്ഷണം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുകൂടി എനിക്ക് മനസ്സിലായി. ബ്രിട്ടാസ് പറഞ്ഞത് വളരെ ശരിയാണ്. KVS പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ അമ്പരന്ന് പോയി. KVS പറഞ്ഞ് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. കാരണം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. മോദിയുമായിട്ടുള്ള ഒരു സാമ്യം തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ മോഡിയെക്കുറിച്ചാണോ പറഞ്ഞു വരുന്നതെന്ന് തോന്നാൻ ഇടയാക്കിയത്. അതിലൊന്ന് KVS പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ആ നിരീക്ഷണം. അദ്ദേഹം പറഞ്ഞു കോവിഡിനെ ട്രംപ് നേരിട്ട രീതി കണ്ടു പഠിക്കേണ്ടതാണ് എന്നാണ്. അപ്പം ഞാൻ കൗതുകത്തോടെ പ്രതീക്ഷിക്കുകയായിരുന്നു, എന്താണ് KVSന് ട്രംപ് കോവിഡിനെ നേരിട്ടതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് തോന്നിയത് എന്ന് ഞാൻ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയും
കാത്തിരിക്കുന്നു. അതാണ് ഇങ്ങനെ ഉറ്റുനോക്കിയെന്ന് ബ്രിട്ടാസ് പറഞ്ഞത്. ഞാൻ ഉറ്റുനോക്കിയത് എന്തായിരിക്കും KVS പറയുക എന്നുള്ളതാണ്. അടുത്ത വാചകം ചൈനീസ് വൈറസ് അല്ല രാജേഷേ, ഒരു മിനിറ്റ് രാജേഷേ, ഞാൻ പറയൂ. അങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. കോവിഡ് ഉന്നയിച്ചുകൊണ്ട് ട്രംപിനെ ആക്രമിച്ച സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ട്രംപ് എടുത്ത നിലപാടുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ ട്രംപിനെ പ്രതിരോധിക്കാൻ എടുത്ത നിലപാടല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാൻ എടുത്ത നിലപാടല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയാം, നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞോട്ടെ. KVS ആയതുകൊണ്ട് ഞാൻ വഴങ്ങിയതാണ്. ഒരു മുതിർന്ന നേതാവായതുകൊണ്ട് പ്രായം പരിഗണിച്ച് ഞാൻ വഴങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, KVS പറഞ്ഞത് ട്രംപ് നേരിട്ട രീതിയുടെ സവിശേഷത ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ആന്റി ചൈന വേവ് അമേരിക്കയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? 92 മില്യൺ ആളുകളെ കോവിഡ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ 2,30,000 പേർ അവിടെ മരിച്ചു കഴിഞ്ഞു. എന്താണ് ആദ്യം കോവിഡ് വന്നപ്പോൾ ട്രംപ് പറഞ്ഞത്? ഒരു 2 ലക്ഷം പേര് അമേരിക്കയിൽ എന്തായാലും മരിക്കും, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടാണ് എടുത്തത്. യഥാർത്ഥത്തിൽ ട്രംപിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രശ്നം ഈ കോവിഡിനെ മിസ്മാനേജ് ചെയ്തിട്ടുള്ള രീതിയായിരുന്നു. അതാരും അക്കാര്യത്തിൽ തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നൊരു കാര്യം. ഒപ്പം തന്നെ അമേരിക്കയിലെ ഹെൽത്ത് കെയർ സംവിധാനത്തിൻ്റെ തകർച്ച, അത് സാധാരണക്കാർക്ക് അപ്രാപ്യമായി തീർന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതിഷേധം, ഉത്കണ്ഠകൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഇതാണ് ഈ സത്യാനന്തര കാലത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്. നിങ്ങളൊരു പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്തു എന്നത് വസ്തുനിഷ്ഠമായിട്ട് അതല്ല വിഷയം, മറിച്ച് ആ പ്രശ്നത്തെ എങ്ങനെ വഴിതിരിച്ചു വിട്ടു എന്നതാണ്. അതിൽ ഞാൻ KVS പറഞ്ഞതിനോട് യോജിക്കുന്നു. ട്രംപ് തൻ്റെ മാസ് ബേസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ കോവിഡിനെ. അത് ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞ് വംശീയമായിട്ടുള്ള അധിക്ഷേപം നടത്താനും വംശീയ വികാരം സൃഷ്ടിച്ചെടുക്കാനും ശ്രമിച്ചു. അതിനപ്പുറം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനോ മറ്റോ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം എക്കോണമിയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഈ കോവിഡിനെ നേരിട്ട കാര്യത്തിൽ ട്രംപും മോദിയും മറ്റ് പല കാര്യങ്ങളിലും എന്നതുപോലെ ഒരേ തൂവൽ പക്ഷികളാണ് കേട്ടോ. ഈ കോവിഡ് ഇന്ത്യയിൽ വരുന്ന മുന്നറിയിപ്പുണ്ടായ സമയത്താണല്ലോ അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് ആളെ പങ്കെടുപ്പിച്ച് ട്രംപിന് സ്വീകരണം കൊടുത്തു. നമസ്തേ ട്രംപ് നടത്തിയത് മോദി. അഹമ്മദാബാദ് കോവിഡിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യാപന കേന്ദ്രമായി മാറാൻ അത് കാരണമാക്കിയെന്ന വിമർശനം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ് മോദി അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എക്കോണമിയാണ്. അതിലും ഇരുകൂട്ടരും തമ്മിലുള്ള സമാനം നമുക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം, മഹാമാന്ദ്യത്തിന് ശേഷം ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ ഈ കാലത്താണ് ട്രംപിന്റെ പ്രസിഡൻസിയിലാണ് ഉണ്ടായിട്ടുള്ളത്. 14% മുകളിൽ തൊഴിലില്ലായ്മ എത്തിച്ചേർന്നു എന്ന് നമ്മൾ കാണണം. അതുപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ GDP ഇടിവ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് എന്തായിരുന്നു? എക്കോണമിയെ കരകയറ്റും എന്നതായിരുന്നു. ആ വാഗ്ദാനം പാലിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതും ഒരർത്ഥത്തിൽ ട്രംപ് തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് ഉപയോഗിച്ചു എന്ന് വേണം കാണാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ എക്കോണമി നേരിട്ട പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അത് സൃഷ്ടിച്ച ജനകീയ അസംതൃപ്തിയെ വംശീയമായും മറ്റും ഉപയോഗിച്ചാണ് കൂടുതൽ വലത്തോട്ടുള്ളൊരു മാറ്റത്തിന് അതാണ് ട്രംപ് കളമൊരുക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും. ഇത്തവണയും അതേ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമായിട്ട് മാറ്റാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ. തിരിച്ചു വരാം രാജേഷ്. ശ്രീ KP ഫാബിയൻ, ഒരുപക്ഷെ KVSും രാജേഷും പറഞ്ഞു നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിലും യഥാർത്ഥത്തിൽ താങ്കൾ ഒരുപാട് അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളെ സഗൂഢം നിരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. ട്രംപിനൊരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്, ഒരു വൃഷ്ടിപ്രദേശമുണ്ട്. സ്വാഭാവികമായിട്ടും ആൾക്കാർ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ആകുന്ന വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു വൈറ്റ് റേസിസത്തിൻ്റെ ഒരു പ്രതലം അതിനകത്തുണ്ട്. പക്ഷേ ഈ ട്രംപിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറ്റാതെ വന്നു. ഇപ്പം ജോ ബൈഡൻ വളരെ ഡീസൻ്റാണ്, ഡിഗ്നിഫൈഡാണ്, ലിബറലാണ് എന്ന് പറയുമ്പോൾ ഒരു കരിഷ്മയുടെ അഭാവം, ഒരു ചെറുപ്പത്തിൻ്റെ അഭാവം, ഇതൊക്കെ അവിടെ മുഴച്ചു നിന്നിരുന്നു. ഒരു പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ദുരന്തമാണോ ഇന്നൊരു പക്ഷേ ആ പാർട്ടി ഇന്നവിടെ അമേരിക്കയെ നേരിടുന്നത്?
ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ COVID-19 പറ്റി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 1946 പ്രധാനമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം, ജവഹർലാൽ നെഹ്റു ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഒരു കാര്യം പറഞ്ഞു, സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആവശ്യം. ആ ഫ്രേസ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം COVID-19 ഒരു കോമൺ കോൾഡാണെന്ന് പറഞ്ഞ് മാറ്റിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു സയൻറ്റിഫിക് ടെമ്പർ ഇല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അദ്ദേഹത്തിന് മാത്രമല്ല ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അഭാവം, മറ്റ് പല നേതാക്കൾക്കും ഉണ്ട്. പക്ഷേ ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ചോദ്യത്തിനുത്തരം. ഞാൻ സമ്മതിക്കുന്നു, ബൈഡൻ ചെറുപ്പക്കാരനല്ല, കാരിസ്മാറ്റിക് അല്ല. പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു പ്രൊസീജിയറുണ്ട് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ബേർണി സാൻഡേഴ്സ് ഉണ്ടായിരുന്നു, വേറെ എലിസബത്ത് വാറൻ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ബൈഡനാണത് കിട്ടിയത്. ഇത് ആർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബൈഡൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം ജയിച്ചാൽ ട്രംപ് പുറത്തു പോകും. അദ്ദേഹം ട്രംപിനേക്കാൾ നല്ല ഒരു പ്രസിഡന്റ് ആയിരിക്കും. കാരിസ്മ എന്ന് എപ്പോഴും നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ശ്രീ ഫാബിയൻ്റെതായ കാരിസ്മയുള്ളവരുണ്ട്. താങ്കളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വളരെ ഒബ്വിയസ് ആണ്, അത് വളരെ വ്യക്തമാണ്, ഞാനത് മനസ്സിലാക്കുന്നു. കാരിസ്മയുള്ളവർക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യാൻ സാധിക്കും. ശ്രീ ഫാബിയൻ, ഞാൻ ഉദ്ദേശിച്ചത് അതായത് കേവലം 50 വയസ്സിന് ചുറ്റളവിലുണ്ടായിരുന്ന കരിഷ്മാറ്റിക് ആയിട്ടുള്ള ബാറാക് ഒബാമയ്ക്ക് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയെ ലീഡ് ചെയ്യാൻ വന്നവരുടെ ഒരു പശ്ചാത്തലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ആ കരിഷ്മയുടെ മുമ്പിൽ വേറെ ആരും ഇല്ല. പിന്നെ ട്രംപിൻ്റെതായ അനുകൂലമായിട്ടുള്ള തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് സൂപ്പർമസിയുടെ ഒരു തലം. ഡോക്ടർ മാത്യു ജോസഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ 10 പോയിൻറ്റിൻ്റെ ലീഡായിരുന്നു ബൈഡന് എല്ലാ മീഡിയ, എല്ലാ ഓർഗനൈസേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത്, സർവേ ഓർഗനൈസേഷൻസും CNN ഉൾപ്പെടെയുള്ള ഒരു 7 to 10 ആയിരുന്നു. ഇത് എവിടെ ഇത് പാടിയത് എന്ന് കാരണം വെച്ചാൽ അമേരിക്കക്കാരുടെ മനസ്സ് ഇവർക്ക് കാണാൻ പറ്റിയില്ലേ? വളരെ എന്താ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ സർവേകൾ നടത്തുന്ന ആൾക്കാരെന്ന് അവകാശപ്പെടുന്ന ഇവർക്ക് 10 പോയിൻറ്റിൻ്റെയൊക്കെ എറർ, മാർജിൻ ഓഫ് എറർ 10% മുകളിലൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അത് വളരെ വിചിത്രമായിട്ട് തോന്നാം നമുക്ക്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത, അദ്ദേഹം മതിൽ കെട്ടി തിരിച്ച് ഒഴിവാക്കാൻ ആഗ്രഹിച്ച ഹിസ്പാനിക് ജനവിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്നതാണ് ഫ്ലോറിഡയിലെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അതുപോലെ കറുത്ത വർഗ്ഗക്കാർക്ക് നിർണായക സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് വലിയ നിലയ്ക്ക് വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നും ഈ പോൾസ്റ്റേഴ്സിന് കാണാൻ പറ്റിയ കാര്യങ്ങളാണ്. അതൊരു പൊതുവായ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാട് എതിരായിരിക്കും ഈ വിഭാഗം എന്നുള്ള അസംഷനിൽ നിന്നാണ് ഒരുപക്ഷെ ഈ പോൾസ്റ്റേഴ്സ് ഇത്തരം നിഗമനങ്ങൾ തോന്നുന്ന തരത്തിലാണ് ആ സർവേകളൊക്കെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സർവേ, അത് ഇന്ത്യയിലും സംഭവിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സർവേകൾ പല സന്ദർഭങ്ങളിലും പാടിപ്പോകുന്നു എന്നതൊരു ഉദാഹരണം. അമേരിക്കയിൽ അങ്ങനെ ഒരു അനുഭവം കാര്യമായിട്ടില്ലാത്തതാണ്. പക്ഷേ കുറച്ചുകൂടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള സംഘങ്ങളാണ് അവിടെ ഉള്ളത്. എങ്കിൽ പോലും ഇപ്രാവശ്യം ട്രംപിന്റെ ഒരു സ്വാധീനം ഇത്തരം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്ന് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാധ്യതയുടെ അത് മുൻകൂട്ടി കാണാനും ആർക്കും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപ് ഒരു അർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു വികസനം ഉണ്ടാക്കുക, അതുപോലെ വൈറ്റ് സൂപ്പർമാർക്കറ്റുകൾ, അതുപോലെ തൊഴിലില്ലാതെ ലുംബൻ പ്രോഫിറ്റ് എന്ന് വിളിക്കാം, ലുംബൻ എലിമെന്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ടി സംസാരിക്കുക, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമായി മാറുക. ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കൻ മുസ്ലിം പോപ്പുലേഷനിൽ ഏതാണ്ട് 17% പേര്
ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അവർ പുറത്തുവിട്ട അഭിപ്രായം. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ജനവിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്രിട്ടാസ് സൂചിപ്പിച്ച കരിസ്മ ഇക്കാര്യത്തിൽ ട്രംപിന് അനുകൂലമായിട്ടാണ് വന്നത് എന്ന് വിലയിരുത്തുന്നു. അതാണ് സത്യത്തിൽ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചു വരാം മാത്യു ജോസഫ്. അതായത് മാത്യു ജോസഫ് പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. ഞാൻ അല്പം അതേക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടാണ്. രാജേഷ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്ലോറിഡയിൽ എന്തുകൊണ്ടാണ് ട്രംപ് ജയിച്ചത്? ഞാൻ അന്വേഷിച്ചപ്പോൾ, ഫ്ലോറിഡയിലൊക്കെയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ, നമുക്ക് ഒരുപാട് മലയാളി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഫ്ലോറിഡ. നമ്മുടെ കേരളം പോലുള്ള ഒരു കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലമാണ്, നല്ല വാഴയും മറ്റൊക്കെ ഉള്ളതാണ് ഫ്ലോറിഡയിൽ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവിടെ വലിയ ഒരു സ്വാധീനമുള്ള വിഭാഗമാണ് ക്യൂബൻസ്. അതായത് ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയിൽ നിന്ന് പലായനം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുൾപ്പെടെയുള്ള ഹിസ്പാനിക്സ് വിഭാഗം വലിയ തോതിൽ, അതായത് ബൈഡനെയും കമല ഹാരിസിനെയും സോഷ്യലിസ്റ്റുകളായി ചിത്രീകരിച്ച് ഒരു പ്രചരണം നടത്തിയും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രംപ് അനുകൂല തരംഗം അവിടെ ഫ്ലോറിഡയിൽ സൃഷ്ടിച്ചെടുത്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫ്ലോറിഡ എല്ലാ പ്രവാചകരും ബൈഡൻ്റെ പക്ഷത്തിട്ടെങ്കിലും അത് അപ്പുറത്തേക്ക് മറിഞ്ഞത്. നോക്കുക, ചെറിയ ഓരോ എലമെൻസിലാണ് ട്രംപ് കയറി പിടിച്ചത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കമല ഹാരിസിനെ സോഷ്യലിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും വിശേഷിപ്പിച്ചത്? ആ ഒരു പോയിന്റിൽ ഒരുപാട് ആൾക്കാരുടെ വോട്ടുകൾ ഇങ്ങോട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ട്രംപിന് മനസ്സിലാക്കി. ഞാൻ KVS വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു രാജേഷിന് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖലയായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആദ്യം വരുന്നത്. രാജേഷ്, ശ്രദ്ധിച്ചോ, ഒരു സോഷ്യലിസ്റ്റ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവണത കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്, അറ്റ്ലീസ്റ്റ് ഫ്ലോറിഡ പോലുള്ള സ്ഥലങ്ങളിൽ. തീർച്ചയായും ഫ്ലോറിഡയിൽ ബ്രിട്ടാസ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ മയാമി മാഫിയ എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഈ ക്യൂബൻ വിമതരുടെ അല്ലെങ്കിൽ ക്യൂബയിൽ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ ക്യൂബൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയൊരു പോപ്പുലേഷൻ ഫ്ലോറിഡയിൽ താമസിക്കുന്നുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവരെല്ലാ കാലത്തും വലതുപക്ഷത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. അവരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ട്രംപ് ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള ടെർമിനോളജിയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കമല ഹാരിസിനെ കുറിച്ചെല്ലാം നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം അതിനു വേണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞ വേറൊരു കാര്യം, കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്ഥിരതാമസം അനുവദിക്കില്ല അമേരിക്കയിൽ എന്ന് ട്രംപ് ചൂണ്ടിക്കാണിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്ഥിരതാമസം അനുവദിക്കില്ല. സ്ഥിരതാമസം മാത്രമല്ല രാജേഷ്, വിസ പോലും ഇല്ല. രാജേഷ് ഇതിനിടയിൽ വിസ കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിസ എടുത്തു വെച്ചോളൂ. എനിക്ക് 10 കൊല്ലത്തെ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, ചൈനീസ് വൈറസ് എന്ന പ്രയോഗം മുതൽ ഈ ക്യൂബയിലെ വിമതരെ, വലിയ തോതിലുള്ള ക്യൂബൻ വിമത ജനസംഖ്യയെ അഭിസംബോധന ചെയ്യാൻ വരെയുള്ള ഈ ശ്രമം വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജിങ് നടന്നിട്ടുണ്ട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് എന്നാണ്. തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ്, തൻ്റെ മാസ് ബേസ് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ശ്രമം തന്നെ ട്രംപ് നടത്തിയിട്ടുണ്ട്. അത് വലിയ അളവിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ മാത്യു ജോസഫ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പഠനം ആവശ്യപ്പെടുന്നതാണ്. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് തിരക്കിട്ടൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ട്രംപിന് വോട്ട് ചെയ്യില്ല എന്ന് കരുതിയ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബ്ലാക്സിനൊക്കെ വലിയ മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ ട്രംപിന് വോട്ട് കൂടിയതിനെക്കുറിച്ച് അത് സൂക്ഷ്മമായിട്ടുള്ള പഠനം ആവശ്യമുള്ള ഒന്നാണ്. ഇതിൽ നമുക്ക് കാണാവുന്ന വളരെ കൃത്യമായിട്ടുള്ള പ്രവണത, അത് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി മുതൽ കാണുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണത തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ലോകത്താകെ ഒരു വലതുപക്ഷത്തേക്കുള്ള മാറ്റമാണ്. അതൊരു 30കളിൽ മഹാമാന്യത്തിൻ്റെ കാലത്ത്, ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കാലത്തും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ പ്രവണത 2008 മുതൽ പ്രകടമാണ്.
അത് അമേരിക്കയിലുണ്ടായി, അതുപോലെ തന്നെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായി, ബ്രസീലിലുണ്ടായി. അങ്ങനെയുള്ള ബോൾസനാരോ ഒക്കെ ബ്രസീലിൽ വരുന്നത്, പോളണ്ടിലുണ്ടായിട്ടുണ്ട്. ലോകത്താകെ ഇത്തരത്തിൽ ഒരു റൈറ്റ് വാർഡ് ഷിഫ്റ്റ് എന്നുള്ളത് 2008 മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നിർണായകമായിട്ടുള്ള മാറ്റമായിരുന്നു ട്രംപിൻ്റെ അധികാരാരോഹണം. ആ പ്രവണതയ്ക്ക് മാറ്റം വന്നിട്ടില്ല, അതിപ്പോഴും തുടരുന്നു എന്ന് വേണം. അവിടെ KVS താല്പര്യം ഉണ്ടാവും. രാജേഷ് പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പേരാണ് മോഡി. രാജേഷ് പറയാൻ വേണ്ടി വെമ്പി പെട്ടെന്ന് ഇനി KVS എന്തെങ്കിലും പിണക്കം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാജേഷ് ആ പേര് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന്. അതായത് ഈ ഒരു വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ ഒരു ആധിപത്യ ഭരണ രീതിയിലേക്കുള്ള ലോകത്തിൻ്റെ പോക്ക്, അതിൽ വരുന്ന ചില പേരുകൾ, ട്രംപ്, പിന്നെ ബോറിസ് ജോൺസൺ, ടർക്കിയിലെ എർദോഗൻ, ആ പട്ടികയിലേക്ക് മോഡി, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രവണതയുടെ ഭാഗമാണ് എന്നാണ് രാജേഷ്, അല്ലേ? പിന്നെ രാജേഷ് അതിലെ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, ഓക്കെ. KVS അതിനോടൊന്ന് പ്രതികരിച്ചു കളായിരിക്കാലും. അല്ല, അതിനകത്ത് ആ തുർക്കിയിലെ മഹാനെ അതിന്റെ കൂടെ കൂട്ടണ്ട ഏതായാലും. അത് ഏതായാലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അല്ല, KVS അംഗീകരിക്കുമെങ്കിൽ പറയൂ. എർദോഗാൻ മോദിയുടെ ഉറ്റ ചങ്ങാതിയാണ് എന്ന് മാത്രമല്ല, ട്രംപിനുമായിട്ടുള്ളതിനേക്കാൾ സമാനത എർദോഗാനുമായിട്ടാണ് മോദിക്കുള്ളത്. ഇവിടെ അയോധ്യയിൽ എങ്ങനെയാണോ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയുന്നത്, അതുപോലെ തന്നെ ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത് ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റിയിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ മോഡസ് ഓപ്പറാൻഡി ഒന്നാണ് രണ്ടു കൂട്ടരുടെയും. ഓക്കെ, KVSന് അദ്ദേഹത്തിന് ചുമക്കാൻ താല്പര്യമില്ല, വിട്ടോളൂ. പക്ഷെങ്കിൽ താങ്കളുടെ പക്ഷത്തേക്ക് തന്നെ രാജേഷ് ചാർച്ച വെക്കുകയാണ്. അല്ല, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. നമുക്ക് ട്രംപിൽ തന്നെ തുടരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രിട്ടാസേ, ഈ കഴിഞ്ഞ തവണത്തെ 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ട്രംപ് ഉൽപ്പാദിപ്പിച്ച ഒരു ദേശീയ ബോധമുണ്ട്, അമേരിക്ക ഫസ്റ്റ്. ആ ഒരു ദേശീയ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മുഴുവൻ. ആ അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, ആർക്കെതിരായിട്ടും എന്തും പറയുമ്പോഴും അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അടിവരയിട്ട് പറയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് നിസ്സാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് വീക്ഷിക്കുന്ന സമയത്ത് പോലും ട്രംപിൻ്റെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ നോക്കൂ. ഓരോ രാജ്യവുമായിട്ടും അദ്ദേഹത്തിൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് വ്യവസായമായിരുന്നു, കച്ചവടമായിരുന്നു. ആ കച്ചവട താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ട്രംപ് ഡീല് ചെയ്തിരുന്നത്. ഒരുപക്ഷെ ട്രംപ് ആ പാതയിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിന് മുമ്പിൽ നയതന്ത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ താല്പര്യമാണ്, വ്യാവസായിക വാണിജ്യ താല്പര്യമാണ് എന്ന് കാണിച്ചു കൊടുത്തത് മോഡിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഡിയുടെ ആദ്യകാലത്തെ വിദേശ യാത്രകളിലൊക്കെ നമ്മൾ കണ്ടത് ഇന്ത്യക്ക് എന്ത് കിട്ടും എന്നുള്ള താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചകളും ഒക്കെ തന്നെയായിരുന്നു. അതേ പാതയിലൂടെയാണ് ഒരു പക്ഷേ ട്രംപും യാത്ര ചെയ്തത്. വേറൊന്ന്, ഇന്ത്യൻ വംശജരെ കയ്യിലെടുക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം 2016 തന്നെ ട്രംപ് നടത്തിയിരുന്നു. ക്ഷേത്രങ്ങളിലെ വിസിറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ, സിഖുകാരുടെ ഗുരുദ്വാരകളിലൊക്കെ ട്രംപ് ഓടിയെത്തിയിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം അന്ന് തന്നെ ട്രംപ് നടത്തി. അതിനുശേഷം നേരത്തെ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെയുള്ള ഹൗഡി മോഡി പോലുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ടാവണം. ഇപ്പുറത്ത് കമലാ ഹാരിസിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും ഏഷ്യൻ വംശജരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരുടെ വോട്ട് വലിയ തോതിൽ ട്രംപിന് കിട്ടിയെങ്കിൽ അതൊരു രാഷ്ട്രീയമായ നീക്കമല്ലേ? അതായത് ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി അംഗീകരിച്ചിട്ട് പോലും ഒരു 20 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വോട്ടർമാരെ
ഇന്ത്യൻ വോട്ടർമാർക്ക് ട്രംപിനോട് അത്ര ഒരു ദേഷ്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയോട് അങ്ങനെ വലിയൊരു പ്രിയം ഉണ്ടായില്ല. ശ്രീ ഫാബിയൻ, ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യൻ വംശജർ എങ്ങനെയാണ് വോട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ വല്ല തെളിവും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, അത് ഇന്ത്യൻ വംശജർക്ക് നിർണായകമായ സ്വാധീനം അല്ലെങ്കിൽ അവർക്ക് സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ പലതും ട്രംപ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പം ആ റിപ്പോർട്ടുകൾ അംഗീകരിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ വംശജർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ചും കൂടി കാര്യമായിട്ട് എക്സാമിൻ ചെയ്യേണ്ടതാണ്. കാരണം ഹൗദി മോദി കഴിഞ്ഞിട്ടും എല്ലാവരും പറഞ്ഞിരുന്നു 80-85% ഇന്ത്യക്കാർ ഡെമോക്രാറ്റിനാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അവരെപ്പോഴും ഡെമോക്രാറ്റിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ത്യൻ വംശജർക്ക് ഒരു നിർണായകമായ ഞാനും അതിനോട് യോജിക്കാൻ ശ്രമിക്കുന്നത്. ഞാനും താങ്കൾ ശ്രീ ഫാബിയൻ താങ്കൾ പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ വംശജർ നമ്മുടെ പത്രങ്ങളിലൊക്കെ വലിയ വെണ്ടയ്ക്ക പോലെ വരുമെങ്കിൽ പോലും അവിടുത്തെ ഒരു വോട്ടിങ്ങിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യസന്ധമായി പറഞ്ഞാൽ. ഞാൻ താങ്കൾ പറഞ്ഞതിനോടാണ് യോജിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് അലകും പിടിയൻ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് KVS ഹരിദാസിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള നമ്മൾ ട്രംപിനെ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് എന്താണ് ട്രംപിനെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഈ നിർണായകമായ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് നോക്കാം നമുക്ക്. ട്രംപിൻ്റെ ഏറ്റവും വലിയ ശ്രീ ഫാബിയൻ താങ്കൾ അത് അംഗീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു, അമേരിക്കൻ കേന്ദ്രീകൃത ആധിപത്യ ഭരണ രീതി ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു തരത്തിലുള്ള ഒരു ആധിപത്യ ഭരണമാണ് ട്രംപ് വിഭാവനം ചെയ്തത്. അതുപോലെ അതിൽ ചൈന വിരുദ്ധത, അത് KVS ആദ്യത്തെ വാചകത്തിൻ്റെ ഓപ്പണിംഗ് റിമാർക്സ് തന്നെ അത് കൊണ്ടുവന്നു. ഒരു ചൈന വിരുദ്ധത വല്ലാതെ അദ്ദേഹം അതിലേക്ക് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ചൈനീസ് കമ്പനികൾക്കെതിരെ ഹോവായി ഉൾപ്പെടെയുള്ള കമ്പനികളെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനികൾ ഇങ്ങോട്ട് തൊഴിൽ കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു ചൈന സെൻട്രിക് ആയിട്ടുള്ള ഒരു ശ്രമം. കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ട, അതായത് ഇപ്പം KVS മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് അനുകൂലമാണെന്ന് പറയുമ്പോൾ ഈ ട്രംപിൻ്റെ ഈ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമല്ല. അതുപോലെ സ്ഥാപനങ്ങളെ തകർക്കൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ട്രംപ് അടിച്ച് തകർത്ത് കളഞ്ഞു. അതായത് ട്രംപിന് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. അതുപോലെ ട്രംപിൻ്റെ വേറൊരു പ്രത്യേകത, ഈ കാർഡിലൊന്നും മറഞ്ഞു പോയിട്ടുണ്ടാകാം, അന്താരാഷ്ട്ര കരാറുകളോടുള്ള പരമപുച്ഛം. അന്താരാഷ്ട്ര കരാറുകളോട് ട്രംപിന് പരമപുച്ഛം. ഏതെല്ലാം അത് പറഞ്ഞ ക്ലൈമറ്റ് ചർച്ചയിൽ നിന്നും WHO നിന്നും ഏതെല്ലാം പരിപാടികളിൽ നിന്നാണ് ഈ പറഞ്ഞ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. അതിൽ നിന്നൊക്കെ അദ്ദേഹം മാറി. ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പിൽ നിന്ന് മാറി, പാരീസ് ക്ലൈമറ്റിൽ നിന്ന് മാറി, WTO അദ്ദേഹം നിർവീര്യമാക്കി, WHO നിന്ന് മാറി, ഇറാനുമായിട്ട് ഒബാമ ഒപ്പുവെച്ച കരാറ് അദ്ദേഹം അവസാനിപ്പിച്ചു. എന്തിനേറെ നാറ്റോയെ പോലും പുള്ളി തള്ളിപ്പറഞ്ഞു, സഖ്യങ്ങളെ പൊളിച്ചടുക്കി. വംശീയ പ്രോത്സാഹനം, അതായത് ഒരു വൈറ്റ് സൂപ്രമസിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കോണമിയെ പരിപോഷിപ്പിക്കാനെന്ന പേരിൽ അദ്ദേഹം പരിസ്ഥിതിയെ മറന്നുള്ള ഉദാരവൽക്കരണം. ഞാൻ മനസ്സിലാക്കിയത് 70 റെഗുലേഷൻസ്, എൻവയോൺമെൻറ്റ് സംബന്ധിച്ച, പരിസ്ഥിതി സംബന്ധിച്ച റെഗുലേഷൻസ് അദ്ദേഹം എടുത്തു കളഞ്ഞു. ശ്രീ KP ഫാബിയൻ, ഇതൊക്കെയാണ് ഒരുപക്ഷെ ട്രംപ് എന്നുള്ള ഒരു വ്യക്തി നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. താങ്കളും ഇതിനോട് യോജിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട്? ഞാൻ മുഴുവനായിട്ടും യോജിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ട്രംപ് ഫസ്റ്റ് എന്നാണ്. മനസ്സിലായില്ലേ? അമേരിക്ക ഫസ്റ്റ് അല്ല, ട്രംപ് ഫസ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്, അമേരിക്കൻ നിരീക്ഷകരുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ട്രംപിൻ്റെ ഒരു തൊപ്പിയുണ്ട്, അതിൽ പറയുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഞാനൊന്ന് ചോദിച്ചു വെച്ചിട്ട്,
ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് അദ്ദേഹം അമേരിക്കയെ ഗ്രേറ്റ് ആക്കിയോ? 2,33,000 ആൾക്കാർ മരിച്ചു. ഇതാണോ അമേരിക്ക ഗ്രേറ്റ് ആക്കുന്നത്? അപ്പോൾ ഇതാരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചോ? എനിക്കറിയില്ല. അപ്പോൾ ട്രംപിൻ്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക? അദ്ദേഹം മാനേജേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചോദിക്കും, ഇതെങ്ങനെ ഇരിക്കുന്നു, അതെങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവരോട് പറയും, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതുപോലെ ചെയ്യൂ. അല്ലാതെ ഞാൻ ഇതാണ് പ്രപ്പോസ് ചെയ്യുന്നത്, താങ്കൾക്ക് എന്താണ് ഇതിൻ്റെ താങ്കളുടെ അഭിപ്രായം എന്താണ്, അത് കേട്ടിട്ട് ചെയർമാൻ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. ഈ സെക്യൂരിറ്റി ബ്രീഫിങ്ങിന് അതൊന്നും കേൾക്കാൻ അദ്ദേഹത്തിന് നേരെയില്ല. പേപ്പർ ഫയലൊന്നും വായിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് ട്രംപ്. അങ്ങനെയുള്ള ഒരാൾ തിരഞ്ഞെടുത്ത അമേരിക്കൻ ജനതയ്ക്ക് എനിക്ക് അവരോട് പറയാനുള്ള ഇതാണ്, ഡെമോക്രസി ഇംപ്ലൈസ് an intelligent electorate. Now, if there is no intelligent electorate, then there is no democracy. Democracy is not just election. KP ഫാബിൻ അതോടൊപ്പം തന്നെ വായിക്കണ്ടേ, യു ഡിസേർവ് ദ റൂളർ യു ഡിസേർവ് ദ റൂളർ യു ഗെറ്റ് ദ റൂളർ യു ഡിസേർവ്. നിങ്ങൾക്ക് അതുകൂടി ചേർക്കട്ടെ. യു ഗെറ്റ് ദ റൂളർ യു ഡിസേർവ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നും ശ്രേഷ്ഠമായ ജനാധിപത്യ രാജ്യമെന്നൊക്കെ പറയുന്നത് ഉള്ളി പൊളിച്ചതുപോലെ ആയി എന്നല്ലേ ഇപ്പോൾ ആൾക്കാർ പറയും. ഇത്രയൊക്കെ ഉള്ളൂ അമേരിക്ക, ഇത്രയൊക്കെ ഉള്ളൂ അമേരിക്ക. ഇല്ല, ഒന്ന് പറഞ്ഞോട്ടെ. ഇല്ല ഒന്ന് പറഞ്ഞോട്ടെ. അമേരിക്കയുടെ ഇലക്ട്രൽ സിസ്റ്റം വളരെ മെസ്സിയാണ്, മനസ്സിലായില്ലേ? അത് റിഫോം ചെയ്തിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പോപ്പുലർ വോട്ടിൽ എലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇലക്ട്രൽ കോളേജ് എന്നൊക്കെ പറയുന്നത് വളരെ ഔട്ട് ഓഫ് ഡേറ്റ് സമ്പ്രദായമാണ്. അതൊക്കെ മാറ്റിയിട്ട് മനസ്സിലായി, അത് വ്യക്തമായി. കുറച്ചും കൂടി ഋജുവായിട്ടുള്ളൊരു രേഖ, ഒരു ഇലക്ഷൻ പ്രോസസ്സ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോപ്പുലർ വോട്ട് നോക്കിയാലും ബൈഡനും ട്രംപും തമ്മിൽ ഇഞ്ചോടിഞ്ചാണ്, നെക്ക് ആൻഡ് നെക്കാണ്, വലിയ വ്യത്യാസമില്ല. താങ്കൾ ഈ വളരെ അധമെന്നും ഫയൽ പോലും നോക്കാത്തവനെന്നും ഒരു റൂളറായിരിക്കാനുള്ള ശേഷിയിലെന്നും ഒക്കെ പറയണ, താൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ട, ഒരു സൂപ്പർമിസിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് അമേരിക്കയുടെ ഏറെക്കുറെ പാതിയോളം വോട്ടേഴ്സ് അദ്ദേഹത്തിനെ പിന്തുണച്ചു. ശരിയാണത്. അതിലെനിക്ക് എന്താ പറയുക, സന്താപമേ ഉള്ളൂ. ഡോക്ടർ മാത്യു ജോസഫ്, ഞാൻ കുറച്ച് കാർഡുകൾ കാണിച്ചു. അതാ കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ട്രംപ് ഭരണത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ, ഈ അമേരിക്കൻ ഫസ്റ്റ് എന്താണ്, അതുപോലെ ഒരു സൂപ്പർമസിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, പിന്നെ അന്താരാഷ്ട്ര കരാറുകളുള്ള പരമപുച്ഛം, ഒരു ചൈന വിരുദ്ധ നിലപാടുകൾ, എന്തിനേറെ WTO പോലും തകർത്തെറിഞ്ഞു, പാരീസ് ക്ലൈമറ്റ്, അവരുടെ തന്നെ സഖ്യമായിട്ടുള്ള നാറ്റോ സഖ്യത്തോട് പുറംതിരിഞ്ഞു നിന്നു. അങ്ങനെ ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും ഈ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി കമ്പയർഡ് ടു ദി ലാസ്റ്റ് ഇലക്ഷൻ ഇറ്റ് ഹാസ് ഓൺലി ഗോൺ അപ്പ്. അത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഒരു വലതുപക്ഷവൽക്കരണം ഒരു വലിയ അളവിൽ കൂടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ അദ്ദേഹവും ഹിലാരി ക്ലിന്റണും തമ്മിലുണ്ടായിരുന്ന ഒരു വ്യത്യാസം, പോപ്പുലർ വോട്ടിന്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം, ഞാൻ ഇലക്ട്രൽ കോളേജിന്റെ കാര്യത്തിലേക്ക് ഫാബിയാൻ പറഞ്ഞ അതേ അഭിപ്രായമായി എനിക്കുമുള്ളത്. പോപ്പുലർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും അവസാനിക്കാവുന്നതാണ്. പക്ഷേ അവിടുത്തെ സ്ഥിതി അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ പോപ്പുലർ വോട്ടുകളുടെ ഒരു സ്ഥിതി മനസ്സിലാക്കിയാൽ ഇപ്പോൾ ബൈഡനുമായിട്ട് കാര്യമായ വ്യത്യാസമില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഇതിൽ ഒരു 3 ലക്ഷം വോട്ടിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ കാര്യമായ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പോപ്പുലർ ഇമാജിനേഷൻ വലതുപക്ഷവൽക്കരണം വളരെ സജീവമായി 2016 കൂടുതൽ ശക്തമായി അത് തുടരുന്നു എന്ന് തന്നെയാണ്. അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പൊ അത് രാജേഷ് സൂചിപ്പിച്ച പോലെ വരുന്ന കുറെ കാലഘട്ടത്തിലേക്ക് വലതുപക്ഷവൽക്കരണം, നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഒരു വലതുപക്ഷവൽക്കരണത്തിന്റെ പാതയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്, നമ്മുടെ അടക്കം എന്ന യഥാർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കുകയും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക്
അതിനെതിരായി നിൽക്കുന്ന ജനാധിപത്യ ശക്തികൾ ഉയരുകയല്ലാതെ മറ്റൊരു പരിഹാരം ഇതിനുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. KVS, ഇപ്പോൾ താങ്കൾ പറഞ്ഞു, താങ്കൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, താങ്കളുടെ സന്തോഷം ഒന്ന് മോഡറേറ്റ് ആക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രോ എന്ന് ഉദ്ദേശിക്കുന്ന ഇതായിരുന്നു. അതായത് ട്രംപ് വരുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ടും ഗുണകരമാണ്. ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും? ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് താല്പര്യമുള്ള 2-3 കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ ട്രംപ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയെ എങ്ങനെയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കാൻ പോകുന്നത്? ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും എങ്ങനെയായിരിക്കാം? ഇതൊരു പൊതുവായിട്ടുള്ള, ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ പൊതുവായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, നോക്കാം. നമ്മുടെ വിദേശകാര്യ നയവും അമേരിക്കൻ നിലപാടും ഇതാണ് പ്രധാനപ്പെട്ട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പാകിസ്ഥാൻ ചൈന വിഷയങ്ങൾ. ഈ പാകിസ്ഥാൻ ചൈന രാജ്യങ്ങളോട് അമേരിക്കൻ ഭരണകൂടം അവലംബിക്കാൻ പോകുന്ന സമീപനങ്ങൾ, അത് ട്രംപ് വന്നാൽ എങ്ങനെ, ബൈഡൻ വന്നാൽ എങ്ങനെ. 2, കാശ്മീർ വിഷയം. ഒരുപക്ഷെ ഇപ്പോൾ ട്രംപ് തരുന്ന ഒരു സപ്പോർട്ട് ബൈഡൻ വന്നാൽ കിട്ടുമോ? ഒരു വിഷയമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 3, കുടിയേറ്റ നയം. ഇപ്പോൾ ട്രംപിൻ്റെ ഈ കുടിയേറ്റ നയം ഇന്ത്യക്കാർക്ക് ഒരു തരത്തിലും ഗുണകരമല്ല. ഇന്ത്യൻ അങ്ങോട്ട് ആസ്പിറേഷണൽ ക്ലാസ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് അമേരിക്കയിലൊക്കെ പോയി കുറേ പ്രൊഫഷണലായിട്ടും മോണിറ്ററി ആയിട്ടും ബെനിഫിറ്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു കുടിയേറ്റ നയമാണുള്ളത്. പിന്നെയുള്ളത് ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള, അപ്പോൾ അവർ ദോശ കഴിക്കുന്നതിനെക്കുറിച്ച് ഇഡലി കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഇവിടെ സചിത്ര ലേഖനങ്ങൾ വന്നു കഴിഞ്ഞു. കമലാ ഹാരിസിൻ്റെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ അമേരിക്കൻ ഭരണകൂടത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയുമായിട്ടുള്ള ഒരു സമവാക്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഇത് സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ശ്രീ KP ഫാബിയാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമാണ്, ഡോക്ടർ മാത്യു ജോസഫിനൊക്കെയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ട്രംപ് ആണെങ്കിൽ താലിബാനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോകും, ഒരു സംശയമില്ല. അതിലേക്കുള്ള നീക്കങ്ങൾ വരുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഒരു 4-5 പോയിന്റുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ KVS എങ്ങനെയാണ് കാര്യങ്ങളെ കാണുക? ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം ബ്രിട്ടാസേ. ഞാൻ ഇതിനകത്ത് വിലയിരുത്തുന്നത് പഴയ കാലത്ത്, ഇപ്പോൾ നമ്മുടെ ഒബാമയുടെ കാലഘട്ടം വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു എന്ന് വന്നാൽ ഒന്നുകിൽ ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ ഇസ്ലാമാബാദിൽ പോകും, അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ പോയിട്ടായിരിക്കും ഇന്ത്യയിൽ വരിക. ഈ 2 രാജ്യങ്ങളെയും ഒരേ തട്ടിൽ നിർത്തി കൂടെ നിർത്താനുള്ള, അല്ലെങ്കിൽ കൂടെയുണ്ട് എന്ന് പ്രതിധ്വനി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ പല വിധത്തിലും അവർ സാമ്പത്തികമായിട്ടും ആയുധം കൊടുത്തും എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്തിരുന്നു. അതിൽ മാറ്റം വന്നത് ട്രംപിൻ്റെ കാലഘട്ടത്തിലാണ്. പാകിസ്ഥാനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു. പാകിസ്ഥാൻ്റെ ടെറർ ബേസിനെ കുറിച്ച് അല്ലെങ്കിൽ ടെറർ സപ്പോർട്ടിനെ കുറിച്ച് പറയാവുന്ന വേദികളിലൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നിലപാട് ട്രംപ് എടുത്തത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ലേ? നമുക്ക് വേറൊന്നും വിചാരിക്കേണ്ട, ട്രംപിൻ്റെ നിലപാടുകൾ ആ കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തേത് ചൈനയുമായിട്ടുള്ള ബന്ധം. ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നില്ല. ഡോക്ലാമിലാണ് ആദ്യമായിട്ട് ചൈന പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. നമ്മൾ എതിരിട്ട് നിന്നു, അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അതിർത്തിയിൽ, ലഡാക്കിൻ്റെ അതിർത്തിയിൽ അവർ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ഈ സമയത്തും അമേരിക്ക ഈ അടുത്ത ദിവസം നമ്മുടെ 2+2 ഡയലോഗ് നടന്നല്ലോ. വിദേശകാര്യ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിമാരുമായിട്ടുള്ള അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും ഡൽഹിയിൽ വന്നു. അവിടെ വന്നിട്ട് അമേരിക്ക പറഞ്ഞത് എന്താ? ചൈനയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നില്ലേ? ഇന്ത്യ പോലും അത്തരത്തിലൊരു നിലപാടല്ല എടുത്തത്. അപ്പോൾ ഇന്ത്യയേക്കാൾ വലിയ ഒരു ചൈനീസ് വിരോധം ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കാനുള്ള ശ്രമമാണ് ഈ സർക്കാർ, ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടം നടത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു പ്രശ്നം ബ്രിട്ടാസ് സൂചിപ്പിച്ചത്
ഇന്ത്യക്കാരി വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. കമല ഹാരിസ്. ഞാൻ അതിനെ കാണുന്നത് ഇനി അതെ, കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു, ബൈഡൻ പ്രസിഡന്റ് ആകുന്നു തന്നെ വയ്ക്കുക. ഇന്നിപ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാടിൽ നിന്ന് ഏറെ വ്യത്യാസമൊന്നും അവർക്ക് വരുത്താൻ കഴിയില്ല. ലോക ഭൂപടത്തിൽ ഇന്ത്യക്ക് ഇന്നുള്ള സ്ഥാനം വച്ചുകൊണ്ട്, ഇന്ത്യക്ക് ഇന്നുള്ള അംഗീകാരം വച്ചുകൊണ്ട്, ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നിരിക്കുന്നു, നമ്മളൊക്കെ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടേ അമേരിക്കയ്ക്ക് പോകാൻ കഴിയുള്ളൂ. പഴയ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിമാർ അമേരിക്കയുടെ പുറകെ പോവുകയായിരുന്നു. ഇന്ന് മറിച്ച് അവർക്ക് ഇന്ന് ഇന്ത്യയോടൊപ്പം വരേണ്ടി വരും. അതാണ് ഇന്ത്യയുടെ സ്റ്റാറ്റസ്. അത് നമ്മൾ കാണാതെ KVS അതിനിടയിലൂടെ ഈ ട്രംപ് എന്നുള്ള വ്യക്തിക്ക് ഒരു സ്ഥായിയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. കഴിഞ്ഞ ദിവസവും മറ്റേ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെറും ദുർഗന്ധമാണെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതൊന്നും മറക്കരുത്, ഭയങ്കര ദുർഗന്ധമാണ്, ഫിർത്തി എയർ എന്ന് പറഞ്ഞാണ്. ട്രംപിനെ അല്ല നമ്പരുത്, KVS ട്രംപിനെ ഒരു കാര്യം കൂടി അല്ല അങ്ങനെയല്ല ബ്രിട്ടാസെ, ഒരു കാര്യം കൂടിയുണ്ട്. ഈ ട്രംപിൻ്റേത് മുഴുവൻ നമ്മൾ നോക്കിക്കോളൂ. ട്രംപ് എടുക്കുന്ന നിലപാടുകൾ മുഴുവൻ ഇപ്പോൾ ബ്രിട്ടാസിനെ സൂചിപ്പിച്ചില്ലേ, ദീർഘകാലമായുള്ള കരാറുകൾ മുഴുവൻ അദ്ദേഹം എഴുതി തള്ളി, അല്ലെങ്കിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അല്ലാതെ 30 കൊല്ലം കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്ത് കിട്ടുമെന്നൊന്നും ഈ ട്രംപ് ചിന്തിക്കുന്നില്ല. ആ വ്യത്യാസം കൂടി നമ്മൾ കാണുന്നു. തൽക്കാലം നിൽക്കുന്നുണ്ട്, അത്രയും മാത്രം വിചാരിച്ചാൽ മതി. MP രാജേഷ്, അതായത് KVS പിന്നെ വളരെ എന്താ പറയണ്ടേ, KVSൻ്റെ രീതിയിൽ ആധികാരികമായിട്ട് ട്രംപ് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആര് വന്നാലും ഇന്ത്യയെ അവഗണിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. എന്താണ് ഓരോ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കും രാജേഷ് ഇതിനെ കാണുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് പോപ്പുലർ വോട്ടിൽ ഇത്രയൊക്കെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ എല്ലാം ഉണ്ടായിട്ടും ട്രംപിന് പോപ്പുലർ വോട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് ആണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് ശ്രീ മാത്യു ജോസഫ് അതിനോട് യോജിച്ചു. ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന വലത്തോട്ടുള്ളൊരു മാറ്റം, കൂടുതൽ വലത്തോട്ടുള്ളൊരു മാറ്റം, അതിനിടയാക്കുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സത്യാനന്തര കാലം, പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടതുണ്ട്. 2016 പോസ്റ്റ് ട്രൂത്ത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരതിനെ നിർവചിച്ചത് വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിന് പകരം ആ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, വൈകാരികത, ഇതിനെയെല്ലാം അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ രീതി എന്നാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ട്രംപ് ആ പോസ്റ്റ് ട്രൂത്ത് പ്രൊപ്പഗാൻഡയുടെ മികവിലാണ്, അല്ലെങ്കിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് പ്രയോഗിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. എക്കോണമി തകർന്നു, തൊഴിലില്ലായ്മ 3.5% നിന്ന് 14% എത്തി, കോവിഡ് 2,30,000 ആളുകളുടെ ജീവൻ അപഹരിച്ചു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിൽക്കുന്നു. പക്ഷെ അതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്തത്? അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ബ്രിട്ടസ് ഇവിടെ എണ്ണിപ്പറഞ്ഞ വംശീയത, അതുപോലെ കുടിയേറ്റ വിരുദ്ധത, അന്താരാഷ്ട്ര കരാറുകളെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും എല്ലാം പരസ്യമായി പുച്ഛിച്ച് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട്, ഇത്തരം കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ ഒരു വൈകാരികതയെ, സങ്കുചിത ദേശീയതയെ ഒക്കെ അഭിസംബോധന ചെയ്തും ഉത്തേജിപ്പിച്ചുമാണ് ഈ യാഥാർത്ഥ്യങ്ങളെ മറികടന്നത് ട്രംപ് എന്ന് നമ്മൾ കാണണം. അത് ട്രംപ് മാത്രമല്ല, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച രാജ്യങ്ങളിലെല്ലാം സംഭവിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. ഈ വലത്തോട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ട്രൂത്ത് രാഷ്ട്രീയത്തിൻ്റെ കൂടി വിജയമാണ്, പ്രയോഗമാണ് എന്ന് കാണണം. ഇന്ത്യയിലും അത് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മളും ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, വലിയ കാർഷിക പ്രതിസന്ധി, ഇതെല്ലാം ഉണ്ടായിട്ടും
ഇന്ത്യയിൽ എന്തുകൊണ്ട് മോദി ഗവൺമെന്റ് തിരിച്ചു വന്നു, അതിന് പുൽവാമ എങ്ങനെ സഹായിച്ചു, സങ്കുചിത ദേശീയതയും വർഗീയ വിഭജനവും എങ്ങനെ സഹായിച്ചു എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് ലോകത്താകെ കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ്. ഇനി ബ്രിട്ടാസിന്റെ ചോദ്യത്തിലേക്ക് ഞാനൊന്ന് വരട്ടെ. ഇപ്പോൾ ട്രംപ് വന്നാൽ ഇന്ത്യയോടുള്ള സമീപനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒരു കീഴാള സഖ്യകക്ഷിയാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുകയാണ് ചെയ്യുന്നത്. ട്രംപിന്റെ ഒരു ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരത്തിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സൗഹാർദ്ദ ബന്ധം ഉണ്ടാവാതിരിക്കുക. അതിൽ വളരെ നിർബന്ധ ബുദ്ധി ട്രംപിന്റെ ഭരണകൂടവും പുലർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചൈന ഇപ്പോൾ തന്നെ അമേരിക്കയേക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും അമേരിക്കയെ പിന്തള്ളുന്ന ഒരു സാമ്പത്തിക സൂപ്പർ പവറായിട്ട് ചൈന മാറും എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. വലിയ ഭീഷണി അമേരിക്കയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടൊക്കെ ചൈന ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ എമർജിങ് എക്കോണമിയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ, സമ്പദ്ഘടനയുടെ വലിപ്പത്തിന്റെ കാര്യത്തിൽ ചൈനയും ഇന്ത്യയും എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളാണ്. എമർജിങ് എക്കോണമി എന്ന നിലയിലും ഇന്ത്യ വളരെ സുപ്രധാനമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സാധാരണഗതിയിലുള്ള ബന്ധം ഉണ്ടാകാതിരിക്കുക എന്നത് അമേരിക്കൻ താല്പര്യത്തിന് അനിവാര്യമാണ് എന്ന് അമേരിക്ക കാണുന്നു. അതുകൊണ്ടാണ് വളരെ ബോധപൂർവം, ഇവിടെ KBS പറഞ്ഞത് ശരിയാണ്, ഇന്ത്യ പോലും പറയാത്ത ഭാഷയിൽ ചൈന വിരുദ്ധമായിട്ട് അമേരിക്ക ഇന്ത്യയിലും ഒരു ചൈന വിരുദ്ധത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് ഇന്ത്യയെ സഹായിക്കാനാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഏറ്റവും ഗുണകരമായ കാര്യം എന്താണ്? ഇരുകൂട്ടരും തമ്മിൽ സൗഹൃദ ബന്ധം നിലനിൽക്കുക എന്നതാണ്. അതുകൊണ്ട് ദോഷം ആർക്ക് മാത്രമേ ഉള്ളൂ? അതുകൊണ്ട് ദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്? ഇന്ത്യയുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചു, അതുകൊണ്ടാണ് പാകിസ്ഥാനെ അവഗണിച്ച് ഇപ്പോൾ ഇന്ത്യയെ പരിഗണിക്കുന്നത് എന്നൊക്കെ ശ്രീ KBS പുളകം കൊള്ളുകയുണ്ടായി. KBS തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, KBSന്റെ വാചകം ഞാൻ ഉദ്ധരിക്കാം. അമേരിക്കയ്ക്ക് ട്രംപിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ കച്ചവടം മാത്രമേ ഉള്ളൂ എന്ന് KBS പറഞ്ഞു. ഇതാണ് ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ള വിമർശനം. ഇതാണ് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന വിമർശനം. ഒരു കീഴാള സഖ്യകക്ഷിയായിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഈ ട്രംപിന്റെ സന്ദർശനം ഉണ്ടായല്ലോ, നമസ്തേ ട്രംപൊക്കെ നടത്തിയ ഇപ്പോൾ ഫെബ്രുവരിയിലെ സന്ദർശനം. അതിന് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ്, വിമാനം കയറുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. വളരെ വിവാദമായ പല പരാമർശങ്ങളിൽ നടത്തി. അതിലൊരു പരാമർശം എന്തായിരുന്നു എന്നറിയാമോ? മോഡി വളരെ നല്ലവനാണ്, ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ നികുതി ഒഴിവാക്കാൻ ഞാൻ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു, എൻ്റെ ഒറ്റ ഫോൺ കോൾ കൊണ്ട് അത് ഒഴിവാക്കി കൊടുത്തു. യഥാർത്ഥത്തിൽ അത് KBSനെ പോലുള്ള ആളുകൾക്ക് മോദിക്കുള്ള സ്തുതിയായിട്ട് കണ്ട് പുളകം കൊള്ളാം. യഥാർത്ഥത്തിൽ എന്താണത്? നിന്ദാസ്തുതി എന്ന് പറയുന്ന ഒന്നാണ്. നിന്ദാസ്തുതിയാണ്. ഇത്രയേ ഉള്ളൂ മോഡി എന്ന് സ്ഥാപിക്കുകയാണ് ട്രംപ് ചെയ്തത്, അല്ലെ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇകഴ്ത്തുകയല്ലേ ഫലത്തിൽ ചെയ്തത്? തൻ്റെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഒരു സർക്കാർ തീരുമാനം അല്ലെങ്കിൽ നയം മാറ്റി. അതും എന്തുകൊണ്ട്? ഇന്ത്യൻ താല്പര്യത്തിന് വേണ്ട സംരക്ഷിക്കുന്ന നയം. ഇതേ ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്നവിടെ പറയുന്നു. ഇതേ ട്രംപ് പ്രൊട്ടക്ഷനിസ്റ്റ് നയങ്ങൾ സ്വീകരിക്കുന്നു. വ്യാപാരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രൊട്ടക്ഷനിസ്റ്റ് നയമാണ്. അതാണ് WTO-യോടൊക്കെയുള്ള സമീപനത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം. അത് സ്വീകരിക്കുന്നു ട്രംപ്. ആ ട്രംപ് പറയാണ്, ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് ഏർപ്പെടുത്തിയ ഉയർന്ന നികുതി ഒഴിവാക്കാൻ എൻ്റെ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞതല്ലേ? ബ്രിട്ടാസ് ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ KP ഫാബിയൻ, അദ്ദേഹം വളരെ വലിയ വിദേശകാര്യ വിദഗ്ധനാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അവിവേകമുണ്ടെങ്കിൽ അദ്ദേഹം ക്ഷമിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഓർമ്മ വളരെ കറക്റ്റാണ്, സംഭവം ശരി തന്നെയാണ്. ഇനി ബ്രിട്ടാസ് ഒരു കാര്യം കൂടി, കാശ്മീരിന്റെ കാര്യം പറയുമ്പോൾ ഈ ട്രംപ് പറഞ്ഞതാണ്, മോദിയെ കുഴപ്പത്തിലാക്കിയ ആളാണ് ട്രംപ്. എന്താ പറഞ്ഞത്? കാശ്മീരിന്റെ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ മോദിയോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ട്രംപ് എന്നോർക്കണം. എന്താണ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്? കാശ്മീരിന്റെ കാര്യത്തിൽ മൂന്നാം കക്ഷി ഇടപെടരുത് എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ആ പ്രഖ്യാപിത നിലപാടിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ഇത് ഞാൻ മോദിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പരസ്യമായി പറയുകയും, മോദി പ്രതിസന്ധിയിലായി പോയ, ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലായി പോയ സമയമാണ്. ഒരു ചെറിയ 1-2 ദിവസത്തിന് ശേഷം ഔദ്യോഗികമായിട്ട് വിദേശകാര്യ വകുപ്പിന് പ്രതികരിക്കേണ്ടി വന്നു, അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നാം കാണണം. അപ്പൊ ചൈനക്കെതിരായിട്ട് ഇന്ത്യയെ ഉപയോഗിക്കാനുള്ള ശ്രമമുണ്ട്. അത് ഇന്ത്യയുടെയോ ചൈനയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, അമേരിക്കയുടെ മാത്രം താല്പര്യത്തിനാണ്. പ്രബലമായ രാജ്യങ്ങൾ, പ്രബലമായ സമ്പദ്ഘടനകൾ യോജിക്കാതിരിക്കാനാണ്. ശ്രീ KP ഫാബിയൻ, ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഇന്ത്യൻ നയതന്ത്ര രംഗത്ത് എത്രയോ പതിറ്റാണ്ടുകളുടെ
പ്രവർത്തന പരിചയമുള്ള ആളാണ്. ശ്രീ ഫാബിയൻ, താങ്കളെ ഞാൻ ഒരുപക്ഷെ താങ്കളുടെ പ്രൊഫഷണൽ കാലഘട്ടത്തിൽ താങ്കൾ ആർജിച്ച ചില വിവരങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ താങ്കളെപ്പോലുള്ള ഒരു പരിണതപ്രജ്ഞനായിട്ടൊരു നയൻരഞ്ജൻ ഈ പറഞ്ഞ ബൈഡനെയും ട്രംപിനെയും നോക്കിക്കാണുമ്പോൾ ഒരു ഇന്ത്യ വേഴ്സസ് അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമവാക്യത്തെ എടുത്ത് ഒരു തലത്തിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയായിരിക്കും അസസ് ചെയ്യുക? താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ട്രംപും മോദിയും തമ്മിൽ പല കോമൺ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അവർക്ക്. ഞാൻ അതിനെപ്പറ്റി എല്ലാ ആട്രിബ്യൂട്ട്സിനെ പറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഒരു ആട്രിബ്യൂട്ടിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവർ രണ്ടുപേരും രുടെ അഭിപ്രായം ഡിപ്ലോമസി വളരെ പേഴ്സണലൈസ്ഡ് ആക്കാമെന്നാണ്. അവർക്ക് തോന്നുന്നില്ല രാഷ്ട്രങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡുണ്ട്, ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നു അവരൊരുമിച്ചിരുന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളും ലോകത്തുള്ള മറ്റ് പ്രശ്നങ്ങളും എല്ലാം അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചാൽ അവർക്ക് അത് തീർക്കാൻ സാധിക്കുമെന്നുള്ളൊരു ധാരണ അവർ രണ്ടുപേരെടുത്തുണ്ട്. അത് ഈ ധാരണ ശരിയാണോ അല്ലയെന്ന് എനിക്കറിയില്ല, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത് പോട്ടെ. ഇനി ചോദിച്ച കാര്യം, എത്ര മൃദുഭാവത്തിലാണ് താങ്കൾ ആ ഒരു സമീപനത്തെ നിരാകരിച്ചത്? എത്ര മൃദുഭാവത്തിലാണ് താങ്കൾ ആ ഒരു നയത്തെ താങ്കൾ നിരാകരിച്ചത്? താങ്കൾ ഈ മാസ്ക് വെച്ചുകൊണ്ട് താങ്കളുടെ മുഖത്തുള്ള പല വികാര വിക്ഷോഭങ്ങളും ഞങ്ങൾക്ക് കാണാതെ പോവുകയാണ്. അതുണ്ടായിരുന്നെങ്കിൽ അതിലുണ്ടായിരുന്ന പല പല ഭാവങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പിന്നെ രണ്ടാമത് ചോദിച്ചത് പ്രസിഡന്റ് ട്രംപാണോ പ്രസിഡന്റ് ബൈഡനാണോ ഇന്ത്യക്ക് നല്ലതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ 4 കൊല്ലത്തെ ഇന്ത്യയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കണം. പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഏറ്റവും വലിയ താല്പര്യം ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം വളരെ കാര്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് ഇമ്പോർട്ടേഴ്സ് ഓഫ് വെപ്പൺസിൽ പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ, സൗദി അറേബ്യ അങ്ങനെ പോകുന്നു. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് എൻ്റെ അഭിപ്രായത്തിൽ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ടല്ലോ അമേരിക്കയിൽ, അതിനെപ്പറ്റി 1961 ഐസൻ ഹോവർ അദ്ദേഹത്തിൻ്റെ വാലിഡക്ടറി അഡ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കക്കാരോട് പറഞ്ഞിരുന്നു, ഇത് വളരെ ഉപദ്രവം ഉണ്ടാക്കാൻ ഉള്ള കാര്യമാണ്. ഈ കോംപ്ലക്സിന് കൗൺസിൽസ് ഓഫ് ഗവൺമെൻറ്റിൽ യാതൊരു സ്ഥാനവും കൊടുക്കരുതെന്ന്. പക്ഷേ അതൊന്നും ആ വാക്കുകൾ കൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ കോംപ്ലക്സിൻ്റെ ഏറ്റവും എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള സെയിൽസ്മാനാണ് ട്രംപ്. അപ്പോൾ അതിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. പിന്നെ ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ട്രംപ് ഇന്ത്യയെ വളരെ അൺഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ട്രേഡ് ഡീൽ വേണം, നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ട് അമേരിക്ക അക്കാര്യത്തിൽ വളരെ സാവകാശമാണ് പോകുന്നത്. അപ്പോൾ അതും വേറൊന്ന്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒരു വിഷനില്ല അദ്ദേഹം. അതായത് നമ്മളെല്ലാവരും പറയുമല്ലോ അമേരിക്കയുടെ പോളിസി എന്താണ്. എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിൻ്റെ അടുത്ത് പോളിസി ഒന്നുമില്ല, എല്ലാം ട്രാൻസാക്ഷനിലാണ്, എല്ലാം ഒരു ഡീലാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചൈനയ്ക്കെതിരായിട്ട് വളരെ പലതരത്തിലുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ഇതുവരെ. എന്നാലും അദ്ദേഹം തിരിച്ചു വരുവാണെങ്കിൽ അദ്ദേഹം ഷീ ജിൻപിങ്ങിൻ്റെ ആയിട്ട് അടുത്തിരുന്ന് ഒരു ഡീൽ ഉണ്ടാക്കിയേക്കാം. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യരുത്. കാരണം ഷീ ജിൻപിങ് പറയുവാണ്, ശരി നമുക്കൊരു ഡീല് ചെയ്യാം, ഞാനൊരു 50 ബില്യൺ അമേരിക്കൻ ഫാം പ്രോഡക്ട്സ് വാങ്ങിച്ചോളാം, പിന്നെ ഇവാങ്കയ്ക്ക്
അമേരിക്കൻ മാർക്കറ്റിൽ ഒരു നല്ല ലൈസൻസ് തരാം. ഒരിക്കൽ ഒരു ലൈസൻസ് കൊടുത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാവണമല്ലോ, ലേഡീസ് ഷൂസും ബാഗ്സും ഒക്കെ വിൽക്കാനായിട്ട്. അതിനേക്കാളും വലിയൊരു ലൈസൻസ് തരാം എന്നൊക്കെ പറഞ്ഞാൽ ട്രംപ് ഒരു ഡീല് ചെയ്യും. മനസ്സിലായില്ലേ? ആ ഡീല് ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിക്കുമില്ലെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പക്ഷേ സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഡെമോക്രാറ്റ്സ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഡീലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ശ്രമിക്കുകയില്ലെന്ന് ഞാൻ പറയില്ല. പിന്നെ വേറെന്താ മനസ്സിലാക്കാനുള്ളത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം ആദ്യത്തെ ഭരണത്തെക്കാളും കൂടുതൽ നാശകരമായിരിക്കും. കാരണം ആദ്യത്തെ സമയത്ത് അദ്ദേഹത്തിന് പിന്നെയും ഒരു എലക്റ്റ് ചെയ്യപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അമേരിക്കയിൽ പ്രസിഡൻറ്റിന് 2 പ്രാവശ്യം 2 ടേമേ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ആണ് അദ്ദേഹം നോക്കാൻ പോകുന്നത്. അതിൽ വേറെ യാതൊന്നും അതിനെ തടസ്സപ്പെടുത്താൻ അദ്ദേഹം അനുവദിക്കില്ല. പക്ഷേ അമേരിക്കയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇതുവരെ ആയിട്ടില്ല. ഇത് അത് ഇപ്പോഴും 213 ഇലക്ട്രൽ വോട്ടുകൾ പിന്നെ ട്രംപിനും 238 ബൈഡനുമാണ്. പക്ഷേ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതിൽ പെൻസിൽവാനിയ 20 സീറ്റുള്ള 20 ഇലക്ട്രൽ കോളേജ് മെമ്പർമാരുള്ള അത് ഇനിയും ഒരുപാട് ദിവസങ്ങളോളം എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതിനിടയിൽ സുപ്രീം കോടതിയിലേക്ക് ഈ ലിറ്റിഗേഷൻ പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രീ ഫാബിയൻ വളരെ എന്താ പറയുക സംക്ഷിപ്തമായിട്ട് കൃത്യമായ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളിലും അദ്ദേഹത്തിന് ട്രംപിനോടുള്ള നീരസം പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം അടക്കി വെക്കുന്നില്ല. KVS ഓരോ വാചകങ്ങളിലും ട്രംപിനോടുള്ള ആരാധന പുറത്തു വരുന്നു എന്ന് പറഞ്ഞതുപോലെ അതിനൊരു കൗണ്ടറായിട്ട് ശ്രീ ഫാബിയനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരു നയതന്ത്രജ്ഞന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ട്രംപ് വിരുദ്ധ വികാരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ അന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ. ഡോക്ടർ മാത്യു ജോസഫ്, ഒന്ന്, ട്രംപ് രണ്ടാമത് ഇനി വരികയാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഒരു ചരടുമില്ലാതെ വേണമെങ്കിൽ എന്തും ചെയ്ത് കളയും. ഇപ്പം ശ്രീ ഫാബിയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് KVSും അംഗീകരിച്ചതാണ്. അതായത് ട്രംപിന് അങ്ങനെ നയമൊന്നുമില്ല. ട്രംപിന് വ്യവഹാരങ്ങളാണുള്ളത്, ഇടപാടുകളാണുള്ളത്. വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡൻസിയിൽ ഒരു വീലർ ഡീലർ എന്നുള്ള ഒരു പദവിയുള്ള ഒരു വ്യക്തിയായിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വ്യക്തി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണോ, അതെയോ അമേരിക്കൻ പൊളിറ്റിക്സ് അദ്ദേഹത്തിൽ വാറണ്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സമീപനമാണോ ഇത്? ഇത് തമ്മിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഇത് അംബാസഡർ ഫാബിയൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. രണ്ടാമത്തെ തവണ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ, അതിപ്പോഴും വ്യക്തമല്ല, വരികയാണെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരു രീതി അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിഡൻസിയുടെ കാലത്ത്, രണ്ടാമത്തെ പ്രസിഡൻസിക്ക് ശേഷം ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊന്നും നോക്കാനില്ല. അത്തരത്തിലൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഈ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയും ചൈനയുമായിട്ടുള്ള മത്സരത്തെ ഇന്ത്യക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കടന്നു പോകുന്നത് ശരിയായിരിക്കും എന്ന് തോന്നുന്നില്ല. ഇപ്പോ ക്വാഡ്രിലാറ്ററൽ അലയൻസ് എന്ന് പറയുന്ന വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അലയൻസ് ചൈനയായിട്ട് ഉണ്ടായിരുന്നുണ്ട്. അതായത് ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനുമാണ് ഒരു രൂപപ്പെട്ടു, ക്വാഡിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ അലയൻസ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യക്കാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടല്ല, ഇതിൽ ഒരു രാജ്യവും, ഇന്ത്യ ഒഴികെ രാജ്യവും ചൈനയുമായി നേരിട്ടുള്ള അതിർത്തി രാജ്യങ്ങളല്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള നിലപാട് പരസ്യമായ ഒരു ചൈന വിരുദ്ധ നിലപാട് ചൈനയുടെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള അതിർത്തിയിലൊക്കെയുള്ള ഇൻകർഷൻ സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. വാതിൽ ഉള്ള ഇന്ത്യയുടെ പങ്കാളിത്തവും അമേരിക്കയുമായി വളരെ കൂടുതലായി അടുത്തയുടെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വം എടുത്ത തീരുമാനവുമാണ് ഡോക്ലാം, അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലൊക്കെ ഉണ്ടാകുന്ന
സംഘർഷങ്ങൾക്ക് വലിയൊരു അളവിൽ കാരണമാകുന്നതാണ് ഞാൻ കരുതുന്നത്. വാതിലുള്ള ഇന്ത്യയുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിൽ ചേരാനിടക്കുന്ന തീരുമാനം, അതിനുള്ള ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഗുണകരമല്ല. ചൈനയുമായി നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴും ഉണ്ട്. ബൈലാറ്ററൽ ചർച്ചകൾക്കുള്ള സാധ്യത, മൾട്ടിലാറ്ററൽ ഫോറംസ് നമുക്ക് ബ്രിക്സ് പോലുള്ള ഫോറംസ് ഉണ്ട്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. ഇത്തരം ഫോറങ്ങളിൽ നിന്നുകൊണ്ട് ചൈനയുമായി സാധ്യത അത് പരിപൂർണമായി താങ്കളുടെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം വരുന്നത്, ഒരുപക്ഷെ ഞാൻ താങ്കളിലേക്ക് ശബ്ദം ശരിയാവുമ്പോൾ തിരിച്ചു വരാം. മാത്രമല്ല നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന ചില സൂചനകൾ പ്രകാരം മിഷിഗൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഈ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ മിഷിഗണിൽ 16 ഇലക്ട്രൽ വോട്ടുകളാണ്. അവിടെ ബൈഡന് ലീഡുണ്ട് എന്ന് അമേരിക്കൻ മീഡിയ പറയുന്നു. അതേസമയം 10% വോട്ട് എണ്ണാൻ ബാക്കിയുണ്ട്. അവിടെ പോലെ തന്നെ നൊവാഡ, വിസ്കോസിൽ ലീഡ് ബൈഡൻ നിലനിർത്തുകയാണ്. പെൻസിൽവാനിയയിലാണ് 25% വോട്ട് എണ്ണാനുള്ളത്. പക്ഷേങ്കിൽ അമേരിക്കയിലെ ചില മീഡിയകൾ പറഞ്ഞ പ്രകാരം വേണമെങ്കിൽ 270 എന്നുള്ള ഒരു മാജിക് നമ്പറിലേക്ക് വേണമെങ്കിൽ ബൈഡന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എനിക്കറിയില്ല, നമ്മൾ കിട്ടിയ വിവരങ്ങളല്ല. അമേരിക്കൻ മീഡിയ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വ്യാഖ്യാന പ്രകാരം ഈ രീതിയിലൊക്കെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ബൈഡൻ വേണം ഉരുമി മാജിക് നമ്പർ 538 എന്നുള്ള ഇലക്ട്രൽ കോളേജ് സംഖ്യയുടെ ഹാഫ് എ മാർക്കായിട്ടുള്ള 270 വേണമെങ്കിൽ ഉരുമി എത്താം. പക്ഷെ അത് ഇന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്രൊജക്ഷൻസ് മാത്രമാണ്. KVS, ഒരു വാചകം, നമുക്ക് സമയം കുറവാണ്, ഒറ്റ വാചകം. അല്ല, എനിക്ക് ശ്രീ മാത്യു ജോസഫ് സൂചിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ക്വാഡിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനെ ഏഷ്യയിലെ ഒരു നാറ്റോ എന്നൊക്കെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം എനിക്ക് തോന്നുന്നു, ചൈനയ്ക്ക് എതിരായിട്ടുള്ള നീക്കമായിട്ട് അതിനെ കാണേണ്ടതില്ല. പക്ഷേ ഓസ്ട്രേലിയയുമായിട്ടും ജപ്പാനുമായിട്ടും സഹകരിച്ചുകൊണ്ട് കൂടെ അമേരിക്കയെ നിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു സൈനിക നീക്കം തന്നെയാണ്. അതിന് ദീർഘകാലത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ചർച്ച നമുക്ക് സമയം കഴിയാണ്. രാജേഷ്, ഇപ്പം ഡോക്ടർ KP ഫാബിനെ പോലൊരാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അതായത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യനെ ആയുധമണിയിച്ചതാണ്. ഇന്ത്യനെ ഒരു മിലിറ്ററി പവറാക്കുക, അതായത് തന്നെ ലക്ഷ്യമല്ല, അതായത് ആയുധം വിൽക്കുകയാണ് ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ഫലം അതാണ്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് പരിണിതപ്രജ്ഞനായിട്ടുള്ള അംബാസഡർ KP ഫാബിയൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യവുമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കണം. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞു. അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ നായകനും വക്താവുമാണ് ട്രംപ്. ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ കൂടി താല്പര്യമാണ് ഇന്ത്യയെ ഒരു ആയുധ വിപണിയാക്കിയിട്ട് മാറ്റുക എന്നത്. അതിനുവേണ്ടി കൂടിയാണ് ചൈനയുമായിട്ടുള്ള സംഘർഷം ഇങ്ങനെ വളർത്തിയെടുക്കാനും നിലനിർത്താനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇപ്പോൾ ബ്രിട്ടാസ് പങ്കുവെച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ ഒരു 100 മീറ്റർ സ്പ്രിൻറ്റിലെ ഫോട്ടോ ഫിനിഷ് പോലെയായിരിക്കും ഈ ഫലം. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഈ രാത്രി കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക്. ഒരു രാത്രിയല്ല, ഒരുപാട് രാത്രികൾ കാത്തിരിക്കണം. അത് മാത്രമല്ല, ട്രംപ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഞാനിത് അലങ്കോലപ്പെടുത്തുമെന്ന്. അപ്പോൾ ട്രംപ് അലങ്കോലപ്പെടുത്തുന്നതിന് കാത്തു നിൽക്കാതെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ഇതിനെ അലങ്കോലപ്പെടുത്തിയ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നുള്ളത്. എങ്കിൽ പോലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം തുടരുന്നു. നിലവിലുള്ള ഇലക്ട്രൽ കോളേജിൻ്റെ വോട്ട് പ്രകാരം ബൈഡൻ ലീഡ് ചെയ്യുന്നു 238, അതുപോലെ ട്രംപ് 213. 5 നിർണായക സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും അമേരിക്ക പോകാം. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. ശ്രീ KP ഫാബിയൻ, ഡോക്ടർ മാത്യു ജോസഫ്, KVS ഹരിദാസ്, ശ്രീ MP രാജേഷ്, വളരെ അർത്ഥപൂർണമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ 4 പേർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.